ശ്രദ്ധേയമായ രചനകൾ ചർച്ച ചെയ്യുന്ന ക്ലബ് ഹൗസിൻ്റെ പുസ്തകലോകം പരമ്പരയുടെ 8ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ഫ്രാൻസിസ് നൊറോണയുടെ മുണ്ടൻ പറങ്കി എന്ന ഓർമ്മക്കുറിപ്പുകൾ, അനുഭവക്കുറിപ്പുകളാണ് ചർച്ച ചെയ്യുന്നത്. പുസ്തകം വിലയിരുത്തുന്നത് ഡോക്ടർ എലൈൻ. രണ്ടുപേരും എത്തിയിട്ടുണ്ട്. രണ്ടുപേരെ ഞാൻ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് നൊറോണ ശ്രദ്ധേയനായ കഥാകൃത്താണ്. ആലപ്പുഴ സ്വദേശിയാണ്. ക്ലൈറ്റസ് ബാർബറ ദമ്പതിമാരുടെ മകനാണ്. ലറ്റിൻ കത്തോലിക്കരുടെ തീരദേശത്തുള്ള ഈ ജനതയുടെ, പാർശ്വവൽകൃത ജനതയുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരൻ എന്ന നിലയിലാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ശ്രദ്ധേയമായി തീർന്നിട്ടുള്ളത്. അശരണരുടെ സുവിശേഷം എന്ന നോവൽ, മുടിയറകൾ, മാസ്റ്റർ പീസ് തുടങ്ങിയ നോവലുകൾ, തൊട്ടപ്പൻ കഥാസമാഹാരം, അത് അതേ പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. രണ്ടാം പെണ്ണ്, കക്കുകളി, കാതുസൂത്രം, അവളകം തുടങ്ങിയ കഥാസമാഹാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചനകളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മുണ്ടൻ പറങ്കി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്, ഓർമ്മക്കുറിപ്പുകളാണ് എന്ന് നമ്മൾക്കറിയാം. അത് ഇരുട്ടു നിറഞ്ഞ ജീവിതം നയിക്കുന്ന കറുത്ത ആംഗ്ലോ ഇന്ത്യക്കാരുടെ ജീവിത അനുഭവങ്ങളാണ്. അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മുണ്ടുടുക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച്. അത് താണവരിൽ പൂർവികർക്ക് പറ്റിയ കയ്യബദ്ധങ്ങളുടെ ജാരവിത്തുകളാണ് തൻ്റെ പൂർവികർ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ജന്മപ്പേരിനെ പ്രതിരോധിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ മുണ്ട് ഉടുത്തുകൊണ്ടാണ് ജീവിതകാലത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിച്ചിട്ടുള്ളത്, ഈ വേർതിരിവിനെ. ചാത്തനാട്ടെ ആലപ്പുഴയിലെ ഇടവഴികളിൽ നിന്നാരംഭിക്കുന്ന ഈ ഓർമ്മക്കുറിപ്പുകളിൽ കറുത്ത ആംഗ്ലോ ഇന്ത്യക്കാരുടെ ജീവിതം, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം പച്ചയായി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കാര്യം ഇങ്ങനെയുള്ള ഒരു ജനസമൂഹങ്ങളുടെ കഥകൾ, അതിന് വലിയ സാമൂഹിക രാഷ്ട്രീയ മാനമുണ്ട്. കൂടുതൽ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലം കൂടിയാണ് ഇത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എലൈനാണ്. വിവർത്തകയാണ്, മറൈൻ ബയോളജിസ്റ്റായ ഡോക്ടർ എലൈൻ ലിറ്റററി എഡിറ്ററാണ്. ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഭാവന നൽകുന്ന എഴുത്തുകാരിയാണ്. 40ഓളം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളുടെ പ്രൂഫും വായിച്ചിട്ടുണ്ട്. TP രാമേന്ദ്രൻ്റെ അധികാരി നോവലിൻ്റെ ലിറ്റററി എഡിറ്ററായിരുന്നു. ശരൺകുമാർ ലിംബാളയുടെ കഥകൾ, ദൈവവും സ്ത്രീയും തുടങ്ങിയ കൃതികളുടെ എഡിറ്ററായിരുന്നു ഡോക്ടർ എലൈൻ. വിവർത്തകയാണ്. എസെൻഷ്യലിസം, ദ ലെഡ്ദം തിയറി, മാസ്റ്ററിങ് യോഗ, ആ പുസ്തകം വരുന്നുണ്ട്, തുടങ്ങിയ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ അറിഞ്ഞ നായകൻ എന്ന ലേഖനത്തിന് പ്രേം നസീർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പ്രണയകഥകൾ, കഥാസമാഹാരം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അലഹബാദ് സർവകലാശാലയിൽ നിന്നും ട്രാൻസ്ലേഷൻ ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൻ്റെ പുസ്തകത്തെക്കുറിച്ചും രചനാ ജീവിതത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ഫ്രാൻസിസ് നൊറോണ സംസാരിക്കും. അതിനുശേഷം ഡോക്ടർ എലൈൻ പുസ്തകത്തെ വിലയിരുത്തും. ആദ്യം ഫ്രാൻസിസ് നൊറോണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഇത് എൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിലാണ് മിക്കവരും ഈ പുസ്തകം മുണ്ടൻ പറങ്കി പറയുന്നത്. അപ്പൊ ഞാനൊരു തിരുത്തപ്പോഴും പറയാറുണ്ട്, ആത്മകഥയല്ല. ഈ പുസ്തകം ഇറങ്ങിയ ഒരു സമയത്ത് ഈ സാഹിത്യ ലോകത്തിലുള്ളവർ എന്നെ ഒന്ന് പഴിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ആത്മകഥ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ തന്നെ ഒരു പരിഹാസമൊക്കെ നേരിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ.
അപ്പൊ ഞാൻ അവരോട് പറയുമായിരുന്നു, ആത്മകഥയല്ല ഇത്, ഒരു ആംഗ്ലോ ഇന്ത്യൻ ജീവിതം. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ ആണ്, പറങ്കി ആയതുകൊണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതം. അത് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിന് എപ്പോഴും ഒരു മുൻധാരണയുണ്ട്, ഈ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് നയിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണെന്നുള്ള ഒരു ഇത്. അങ്ങനെയല്ല, ആംഗ്ലോ ഇന്ത്യൻസിലും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവര് ധാരാളമുണ്ട് ഈ കേരളത്തിലെ തീര ഗ്രാമങ്ങളോട് ചേർന്നും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ അവരെ കൂടി ഒരു സമൂഹം, അവര് അരികുവൽക്കരിക്കപ്പെട്ട ആ ജനതയെ കൂടി പൊതുസമൂഹത്തിന് വേണ്ടി പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. ഇത് എഴുതാൻ വളരെ എനിക്ക് എളുപ്പമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഏകദേശം ഒരു മാസത്തോളം എനിക്ക് അത് എഴുതി തീർക്കാനായിട്ട് സമയമെടുത്തുള്ളൂ. കാരണം വെച്ചാല് മറ്റു എന്റെ ലിറ്റററി വർക്ക് പോലെ അല്ല ഇത്. മറ്റ് ചെറുകഥകളാണെങ്കിലും നോവലുകളാണെങ്കിലും നമുക്കൊരു ഭാവനയുടെയും അതിന്റെ ഓരോ ശില്പഭംഗിയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കഥാപാത്രങ്ങളെ നമ്മൾ സന്നിവേശിപ്പിക്കണം. അങ്ങനെ ഒട്ടനവധി കടമ്പകൾ ഇതിനകത്ത് ഒരുപാട് സാഹിത്യപ്രേമികളുണ്ട്. അവരോട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരുപാട് ഒത്തിരി സമയമെടുത്തിട്ടാണ് ചെറുകഥയും നോവലുകളൊക്കെ എഴുതാറുള്ളത്. ഇപ്പൊ ഒരു വർഷത്തില് കഷ്ടിച്ച് ഒരു കഥ അല്ലെങ്കിൽ 2 കഥ മാത്രമേ ചെയ്യാൻ എനിക്ക് പറ്റുന്നുള്ളൂ. ഒരു 6 മാസം 5 മാസം ഒക്കെ എടുത്തിട്ടാണ് ഒരു ഷോർട്ട് സ്റ്റോറി അതിന്റെ പണിക്കുറ്റം തീർത്തിട്ട് വായനക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മുണ്ടൻ പറങ്കി വളരെ അനായാസമായി പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ എഴുതാൻ കഴിഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ജസ്റ്റ് ഒന്ന് എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയായിരുന്നു. അതില് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല എന്ന് ഒരു പച്ച മലയാളത്തിൽ പറയാനായിട്ട് സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ച എന്റെ ജീവിതം, എന്റെ ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള്. ഞാൻ വളരെ ഒരു ലോൺലി ആയിട്ടുള്ള ഒരു മാനാണ്. എപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നതാണ്. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ. എനിക്ക് പൊതുസമൂഹത്തില് ഇടപെടാനായിട്ട് എനിക്ക് വളരെ വൈമുഖ്യമുള്ള ഒരാളാണ്. അന്തർമുഖനാണ്. ഞാനത് ഒരു കുറ്റസമ്മതം പോലെ സമ്മതിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ആരെയുമായിട്ട് എനിക്ക് അത്ര സുഹൃത്തുക്കളില്ല. പരിചയക്കാര് മാത്രമേ ഉള്ളൂ. വീടാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട്. എവിടെയെങ്കിലും ഞാൻ യാത്ര പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം. എന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്കൊരു സമാധാനം, ഒരു സന്തോഷവും. കഴിവതും പൊതുപരിപാടികളൊക്കെ വിളിക്കുമ്പോൾ ഞാനൊരു മടി കാണിക്കാറുണ്ട്. പിന്നെ എന്റെ പുസ്തകത്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ലിറ്റററി ഫെസ്റ്റിവൽ പോലുള്ള വലിയ ഇവന്റുകൾ വരുമ്പോൾ പോകണം. അപ്പോഴ് മൈക്ക് കിട്ടുമ്പോൾ മാത്രം ഞാൻ എനിക്ക് അന്നേരം എന്തോ ഞാൻ പെട്ടെന്ന് വേറൊരാളായിട്ട് മാറി ഒരു സാഹിത്യകാരനെ പോലെയൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനുശേഷം എങ്ങനെയെങ്കിലും ആ ക്രൗഡിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ ഹോട്ടലിലോ മുറിയിലേക്ക് പോരും. എനിക്ക് അങ്ങനെ ഒരു കുട്ടിക്കാലത്തേ ഉള്ള ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും കൊണ്ടായിരിക്കാം അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇപ്പോഴും എനിക്ക് തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകാന്തത പിടിച്ച ഒരു മനുഷ്യന്റെ, അവനോട് തന്നെ സംസാരിക്കുന്ന, അവന്റെ ജീവിതത്തോട് തന്നെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ നരേഷൻ മൊത്തം പോയിട്ടുള്ളത്. എനിക്കറിയാം എപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഈ ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ആളുകൾക്ക് ഒരു അലോസരം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതെന്റെ തെറ്റിദ്ധാരണയാന്ന് എനിക്ക് മനസ്സിലാകുന്നത്, മുണ്ടൻപറക്കി വിളിച്ചിട്ട് ആൾക്കാർ എന്നോട് അതിന്റെ റിവ്യൂസ്, എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഇമെയിലാണ് കൂടുതൽ വരുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ, ഞാൻ ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അവര് കൂടുതലും മെയിലാ വരുന്നത്. അപ്പൊ പറയും, നറോണയുടെ പോലെയുള്ള ഒരു സമാന അനുഭവങ്ങൾ ഞങ്ങൾക്കില്ല, എങ്കിൽ പോലും ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത്, ഞങ്ങള് അപ്പാപ്പന്റെ കൂടെ തറവാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ തറവാടിന്റെ പരിസരത്ത് ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു നറോണ എന്നൊക്കെ പറഞ്ഞു. ഇംഗ്ലണ്ടിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എന്നോട് ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഈ ഇംഗ്ലീഷ് പത്തൽ എന്താണ്, ശീമപ്പത്തലിന്റെ അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ തീർത്ത് അദ്ദേഹം ഒരു അധ്യായം എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇത് മനോരമ ബുക്സുമായിട്ട് ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് മനോരമയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളും. അപ്പൊ അത് ഞാൻ അദ്ദേഹത്തെ മനോരമയായിട്ട് കണക്ട് ചെയ്ത് വിട്ടു. മനോരമ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യാമെന്ന്. അപ്പോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടെ വന്നാൽ ഇത് കുറച്ചുകൂടെ ഇംഗ്ലീഷ് ആ ഒരു
ഇതിന് കുറച്ചുകൂടെ ഒരു വൈഡായിട്ടൊരു റീഡിംഗ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പരിമിതമായ വായനയെ നടക്കുന്നുള്ളൂ. ലൈബ്രറികളിൽ ഈ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി റീഡേഴ്സ് ഉണ്ട്. ഇനി പുസ്തകം 2 പതിപ്പ് ആയേ ഉള്ളൂ. ഇത് അതിന്റെ ഈ മനോരമയുടെ ഒരു അവര് ഉള്ള ഈ ബുക്ക് സ്റ്റാളുകൾ അവർക്ക് സ്വന്തമായിട്ട് അധികം ഇല്ല. അപ്പൊ അങ്ങനെ എങ്കിൽ പോലും അവരുടേതായിട്ടുള്ള രീതികളിൽ അവർ ഈ പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. മനോരമ എപ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പബ്ലിഷറാണ്. എപ്പോഴും ഓരോ കാര്യങ്ങൾ എന്നെ പത്രത്തിലാണെങ്കിലും അവരുടെ ഭാഷാഭൂഷണിയിലാണെങ്കിലും എപ്പോഴും എന്നോട് നിരന്തരം ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. നമുക്ക് നല്ലൊരു പ്രൊമോഷനൊക്കെ നൽകാറുണ്ട്. നല്ലൊരു സുഹൃത്താണ് മനോരമ. അപ്പം മനോരമയിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം വരാൻ ഇടയായത് എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു കവറാണ്. എന്റെ ഒരു സുഹൃത്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രകാരനാണ് ഇതിന്റെ കവർ വരച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭാസ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്റർനാഷണൽ അറിയപ്പെടുന്ന ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് ഒരു കവർ കിട്ടുക എന്നുള്ള ഒരു ഭാഗ്യമായിട്ട് വളരെ കുറച്ച് കവറുകൾ അദ്ദേഹം പുസ്തകങ്ങൾക്ക് വരച്ചിട്ടുള്ളൂ. ദ വീക്ക് എന്ന് പറയുന്ന മനോരമയുടെ ഇംഗ്ലീഷ് മാഗസിന്റെ ആർട്ട് വർക്ക് അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതിന്റെ തിരക്കിലാണ് എനിക്ക് വേണ്ടി അദ്ദേഹം ഇത് ചെയ്തു തരുന്നത്. അപ്പൊ അതൊരു സന്തോഷം. പിന്നെ ഈ പുസ്തകം എന്റെ ഇതിനകത്ത് ഒരിക്കലും ഒരു സാഹിത്യത്തിന്റെ ഒരു തൊങ്ങലുകളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സിമ്പിൾ നരേറ്റ് ചെയ്ത് അങ്ങ് പോയതേ ഉള്ളൂ. വളരെ എളുപ്പം എഴുതാൻ പറ്റി. ഇത് ഞാൻ UC കോളേജ് ആലുവയില് എന്നെ എഴുത്തുകാരന്റെ എഴുത്തും ജീവിത പരിസരങ്ങളും എന്ന് പറഞ്ഞൊരു പ്രഭാഷണം. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നത് മലയാളത്തിലോട്ട് പ്രശസ്തരായ അങ്ങനെ ഒരു 6 കഥാകൃത്തുക്കള് ആ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തു. അപ്പൊ അവര് അവരുടെ ജീവിത പരിസരങ്ങൾ പറഞ്ഞു. അപ്പൊ കാസർഗോഡ് നിന്ന് വന്ന ഒരു വ്യക്തി കാസർഗോഡിന്റെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു തീരദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എന്റെ തീരജീവിതവും അതിന്റെ പരിസരങ്ങളുമാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ഭാഷാഭൂഷണിയുടെ എഡിറ്റർ ആയിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇതൊരു നല്ല പ്രഭാഷണമായിരുന്നു, ഇതൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനൊരു അധ്യായം ഞാൻ എഴുതി അദ്ദേഹത്തിന് കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൊള്ളാം, അത് ഭാഷാഭൂഷണിയിൽ അവർ അത് പബ്ലിഷ് ചെയ്തു. മനോരമ വാർഷിക പതിപ്പിൽ അത് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ എഴുതിയൊരു നമുക്ക് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് പുസ്തകമാക്കുന്നത്. അതിനുശേഷം ഇതിന്ന് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു കണ്ടന്റിന്ന് വെച്ചിട്ട് പിന്നെ മാതൃഭൂമി എന്നോട് പറഞ്ഞു നിന്റെ ജീവിതം ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോ ഇതിന്റെ ഒരു സംഗ്രഹം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് എഴുതി കൊടുത്തു. അത് സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയുടെ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത്, അദ്ദേഹമാണ് ഇപ്പോഴും എഡിറ്റർ. അപ്പൊ അദ്ദേഹം അത് ഇതിലുള്ള ഫോട്ടോസും ഒക്കെ ഇട്ടിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അത് വളരെ പ്രാധാന്യത്തോടു കൂടി അത് പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ മുണ്ടൻ പറങ്കിയുടെ അനുഭവങ്ങൾ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ആരെങ്കിലും ഒക്കെ മുണ്ടൻ പറങ്കി വായിച്ചിട്ട് എന്നെ വിളിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് തന്നെ ഒരു മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സൈക്കാട്രി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വായിച്ച പുസ്തകമാണ്. ഞാൻ നിങ്ങളുടെ നമ്പർ മനോരമയിൽ നിന്ന് തപ്പിപ്പിടിച്ച് ചോദിച്ചു വിളിക്കുകയാണ്. എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിക്കണം, സമയമുണ്ടോ, തിരക്കാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറെ നേരം എന്നോട് സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വല്ലാണ്ടൊരു ആശ്വാസം തോന്നുന്നുണ്ട്, നിങ്ങളൊരു പച്ച മനുഷ്യനാണ്, പച്ചയായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോ റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ ലോകത്തില് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളുടെ അതേ മനസ്സും അതേ ചിന്തകളും അതേ വികാരങ്ങളും അതുപോലുള്ള ഒരു തരളിതമായ നമ്മുടെ മനോഭാവം ഒക്കെയുള്ള മനുഷ്യര് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് എന്നറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ അവരുമായിട്ട് എന്റെ മുറിയിൽ ഇരുന്നാണെങ്കിലും അതിന്റെ ജനാലയിലൂടെ തുറന്നിട്ട കാഴ്ചകളിലൂടെ നമ്മൾ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു അനുഭവം തോന്നും. ഇതുപോലുള്ള വായനക്കാരെ വിളിക്കുമ്പോൾ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്, എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ വായനക്കാരും അടുക്കുമ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തും. കാര്യം എനിക്ക് വായിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പുറത്താണ്, എന്നാലും ഞാൻ പറയുകയാണ്. അക്കിത്തത്തിന്റെ ഉപനയനവും സമാവർത്തനവും എന്ന് പറയുന്ന ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ആത്മകഥ.
വളരെ മനോഹരമായിട്ട് അത് ഞാൻ വായിച്ചു തുടങ്ങിയതേ നല്ലൊരു പുസ്തകം, DC അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആത്മകഥകൾ വായിക്കുമ്പോൾ ആ ഈ പാലൂരിന്റെ ഒരു ആത്മകഥയുണ്ട്. അങ്ങനെ ഉം. ഒട്ടനവധി വളരെ പ്രശസ്തരായ ആളുകളുടെ ആത്മകഥകളുണ്ട്. അപ്പം അതുമായിട്ടൊക്കെ നോക്കുമ്പോൾ മുണ്ടംപറകി വളരെ ഒരു 9 അധ്യായങ്ങളുള്ള ഒരു ചെറിയൊരു പുസ്തകം എങ്കിൽ പോലും ആളുകളുടെ ഹൃദയത്തെ അത് തൊടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷം എനിക്കുണ്ട്. ഞാനെപ്പോഴും ഹൃദയത്തെ തൊടുന്നതല്ലാതെ ഒന്നും എഴുതാറില്ല. ഹൃദയത്തെ തൊട്ടുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ അറിയൂ. എനിക്കൊരു സാഹിത്യകാരന്റെ എഴുത്തുകാരന്റെയോ ഒരു ആഠ്യത്വം നിറഞ്ഞ ഭാഷയോ അല്ലെങ്കിൽ അതിന്റെ പരിവേഷമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഈ തീരത്തെ ഒരു കക്കയും ഈ ചിപ്പിയൊക്കെ പറക്കി നടക്കുന്ന ഒരു പയ്യന്റെ അതേ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുക, ഏറ്റവും ലളിതമായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, വരുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു പോകുക. എന്നെ ആരോ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. ആ അയച്ച മനുഷ്യന് ഒരു ദൗത്യം എന്നിലുണ്ട്. അത് നിറവേറ്റിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ തന്നെ മടങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ദൈവസങ്കല്പങ്ങളും. ചർച്ചുമായിട്ടൊക്കെ ഞാൻ എപ്പോഴും അലമ്പ. കക്കുകളി കന്യാസ്ത്രീകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിൽക്കുന്നിടത്ത് വിമർശിക്കുക എന്നുള്ളത് ഒരു ധർമ്മമായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കമ്മ്യൂണിസത്തെയും ക്രിസ്തീയതയാണ്. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആ മേഖലയിലുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലുള്ളവരെ ഞാൻ അവരെ ആരെയും കണ്ടിട്ട് പോലും ഇല്ല. എന്നാലും എന്തോ ഒരു സ്നേഹവും ഒരു എന്നോടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഹേമലത മാമിനോടും പ്രദീപ് സാറിനോടും ഇതിന്റെ വിശദീകരണങ്ങൾ നൽകുന്ന എലൈനോടും ഒക്കെ ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. താങ്ക് യു. ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? പ്രോഗ്രാം നിൽക്കുമോ? ഇവിടെ ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും. അപ്പൊ നമുക്ക് എലൈന്റെ അവതരണം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചു ചോദിച്ചാലോ? അതെ മതിയല്ലേ? അപ്പൊ ചോദിക്കാം. അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അവതരണം കഴിഞ്ഞിട്ടാണല്ലോ കൂടുതൽ സൗകര്യം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം പുസ്തകത്തിന്റെ വിലയിരുത്തലോട് കഴിഞ്ഞിട്ട് നമുക്ക് താങ്കൾ കൂടെ ഉൾപ്പെട്ട ലെവലിൽ നമുക്ക് സംസാരിക്കാം അല്ലേ? ശരി. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ സന്തോഷം, വളരെ സന്തോഷം. താങ്കൾ ഇപ്പം ചാത്തനാട്ട് തന്നെയാണല്ലേ താമസിക്കുന്നത്? അല്ല, മൂലംപള്ളി. ഇപ്പൊ ഞാൻ എറണാകുളം മൂലംപള്ളിയിലാണ് താമസിക്കുന്നത്. ചാത്തനാട് വീടുണ്ട് അവിടെ, ഇടയ്ക്ക് പോകാറുണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ സന്തോഷം. നമുക്ക് ഇനിയും ചർച്ച എലൈൻ്റെ അവതരണത്തിന് ശേഷം. അപ്പോൾ മുണ്ടൻ പറങ്കി നോവൽ ഈ ഓർമ്മക്കുറിപ്പുകളെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ എലൈൻ സംസാരിക്കാം. ഒരുപാട് സന്തോഷം, ഹൃദയം നിറഞ്ഞ നന്ദി ഇങ്ങനൊരു അവസരം തന്നതിന് എല്ലാവരോടും. മുണ്ടൻ പറങ്കി ഫ്രാൻസിസ് നൊറോണ എഴുതിയ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹരണമാണ്. മലയാള മനോരമ 2020 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇത് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മകളെ നിനക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ വളരെ ലളിതവും എന്നാൽ അതിമനോഹരവുമായ ഇതിൽ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തോട് ചേർന്നിരിക്കുന്ന വരകൾ, ഇലസ്ട്രേഷൻസ് ചെയ്തിരിക്കുന്നത് ഭാരാഭാസ്കരനാണ്. ഇതിലെ ഭാഷ അതിലളിതവും എന്നാൽ അതീവ ഹൃദ്യവുമാണ്. ഈ പുസ്തകത്തിൽ ആദ്യം തുടങ്ങുന്ന 9 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ അധ്യായം നടച്ചാൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഓർമ്മക്കൂമ്പൽ തൂത്തുകൂട്ടി തുടങ്ങുന്നത് ചാത്തനാട്ടെ ഇടവഴികളിൽ നിന്നാണ് എന്നാണ് തുടങ്ങുന്നത്. ഇതിൽ ഈ ഒരു സെഷനിൽ ഞാൻ ആദ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഉടലുയർ എന്ന അധ്യായത്തിൽ തുടങ്ങുന്നത് അതിൽ ചില വരികളാണ്. സ്വാസ്ഥ്യം കിട്ടിയ ജനതയിലാണ് സാഹിത്യത്തിന് സ്വീകാര്യതയുള്ളത്. ഏത് ദരിദ്ര വീട്ടിലാണ് കേരളത്തിലെ സാഹിത്യ മാസികകൾക്ക് ഇടമുള്ളത്? വായന എപ്പോഴും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും സമ്പന്നരാണ്. അസ്വസ്ഥനായി ഇരിക്കുമ്പോൾ എനിക്ക് ഒരു വരി പോലും വായിക്കാനാവില്ല, പക്ഷേ എഴുതാനാവും. ഒരു പക്ഷേ എഴുത്തും വായനയും തമ്മിലുള്ള അന്തരം ഇതാവാം. അസ്വസ്ഥനായി ഒരാൾ എഴുതുന്നത് തൻ്റെ സ്വസ്ഥതയുടെ ലോകത്തിരുന്ന് മറ്റൊരാൾ വായിക്കുകയും ആ വായനയിലൂടെ കണ്ടെത്തിയ അസ്വസ്ഥതകളിലേക്ക് താതാത്മ്യപ്പെടുകയോ മനസ്സ് ചേർക്കുകയോ ചെയ്യുന്ന സർഗാത്മക വിനിമയമാണ് സാഹിത്യം.
നമ്മളെ ഇവിടെ കൂട്ടിയിരിക്കുന്നതും ഇങ്ങനെയുള്ളൊരു താതാത്മ്യപ്പെടലിന്റെ ഭാഗമായിട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം എഴുതിയ നടച്ചാല് എന്ന് പറഞ്ഞ ആദ്യത്തെ അധ്യായത്തിൽ വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയധികം ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് സസ്യജന്തുജാലകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നിഷ്കളങ്കമായ ബാല്യം, അതിൽ ചില കടലാവണക്ക്, ഇംഗ്ലീഷ് പത്തൽ, കപ്പത്തണ്ട്, പൂവരശ്, മുള്ളുമുരുക്ക്, അതുപോലെ തന്നെ ചില നാട്ടുവൈദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ച, തെങ്ങിന്റെ പൊറ്റ, പൂവരശിന്റെ പഴുത്ത ഇലകൾ പേറുകഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വേദവെള്ളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ജന്തുജാലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറുവാപ്പരലും, കാരാമ, നീർക്കോലികൾ, കരിങ്കണ്ണാച്ചികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കുപ്പിയിലിട്ട് ചോറ് തീറ്റ കൊടുക്കുന്നതും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ അത് ചത്തമുലച്ചു പോകുന്നതും, അക്വേറിയം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഒരു ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന കുറേ ഓർമ്മകൾ, നിഷ്കളങ്കമായ ബാല്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു പഴഞ്ചൊല്ലാണ് വേലിപിടി മുതലാളി കൂലിത. ഭൂശ്വാസികളായ എന്നാൽ മടിയന്മാരായ തൊഴിലാളി വർഗത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യത്വമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അന്നം കാട്ടി പറ്റിക്കുന്നതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർമ്മകളിൽ സഖാവ് എന്ന വാക്കിനോടുള്ള അടുപ്പത്തെക്കുറിച്ചും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും കേട്ട കഥകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പല ആളുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ നിന്ന് കേട്ടിട്ടുള്ള കഥകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നാട്ടിലെ മുതലാളിമാർ തൊഴിലാളികളെ കച്ചറ എന്ന് വിളിച്ചിരുന്നതും ജീവിതത്തിന്റെ പങ്കപ്പാടുകളും സാഹചര്യങ്ങളും മമ്മാഞ്ഞി എന്ന അമ്മുമ്മ, അതുപോലെ തന്നെ അമ്മ, അവരൊക്കെയും കച്ചറ പിരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം, അതും അവരുടെ നിത്യച്ചെലവിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അനുഭവങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ചെരുപ്പ് ഒരു കിട്ടാക്കനിയായിരുന്നു. ഈ 9 അധ്യായങ്ങളിലായി ഒളിഞ്ഞും തെളിഞ്ഞും വളരെ വിസ്തീർണമായും പറയുന്നത് ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാജാ കേശവദാസ് തോടുകളെ നിർമ്മിച്ചതും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും, ഇന്ന് കാണുന്ന ആലപ്പുഴ അല്ലെങ്കിൽ കേരളം അതിന് മുൻപുണ്ടായിരുന്ന ഒരു കൾച്ചറൽ എവല്യൂഷൻ, എത്രത്തോളം വൈരുദ്ധ്യം ആണ് അന്നത്തെ ലാളിത്യം നിറഞ്ഞ കല്യാണ വീടുകളും സാംസ്കാരിക ചടങ്ങുകളും ഇന്ന് എത്രത്തോളം അത് മാറിയിരിക്കുന്നു, അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം വിവരിക്കുന്നുണ്ട്. അതിൽ അപ്പന്റെ തൊഴിൽ മേഖലയായ ടൈൽ കമ്പനിയിലെ ജോലി, എന്നാൽ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ സ്ത്രീകളായ മമ്മാഞ്ഞി, അമ്മ എന്നിവർ നടത്തുന്ന അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളെ കുറിച്ചും എല്ലാം വിവരിക്കുന്നുണ്ട്. ചെറുപ്പകാലത്തിൽ അദ്ദേഹം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് ഒരിക്കലും കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യം, അന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിരുന്ന ടിൻ പാൽപ്പൊടി, അതുപോലെ തന്നെ ഇതിൽ ത്രൂ ഔട്ട് വിവരിക്കുന്നതാണ് പലതരത്തിലുള്ള ഗന്ധങ്ങൾ, കറി താളിക്കുന്ന മണം, കുരുമുളകിട്ട് വയ്ക്കുന്ന ബീഫിന്റെ മണം, കടൽ മീൻ വറവലിന്റെ ഒച്ചയും മണവും, ഉണക്ക നന്തൽ കരിഞ്ഞ മണം, മോരും വെള്ളത്തിന്റെ രുചി. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ജനിച്ചു വളർന്ന വീട് അച്ഛന്റെ സഹോദരന്റെയും താമസം ഒരേ വീട്ടിലൊരു പലകമറ കൊണ്ട് മറച്ചിരുന്നതാണ്. അതിനെ വിവരിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരാശയിൽ ആഴ്ത്താതെ അവരുടെ നിറവിന്റെ കാഴ്ചകളെ തടഞ്ഞു നിർത്തുന്നതിന് താങ്ങായിരുന്നു ഈ പലകമറ എന്ന് പറയുന്നുണ്ട്. ലോകം രണ്ടായി പിളർന്നതുപോലെയായിരുന്നു ഞങ്ങളെ തമ്മിൽ പകുത്ത ആ പലകമറ കടന്നെത്തിയ ഗന്ധങ്ങളുണ്ട്. ആ ഗന്ധങ്ങൾ എന്നാൽ പിന്നീട് മറ്റൊരു അധ്യായത്തിൽ ഭാഗം വെക്കലിന്റെ ഭാഗമായിട്ട് ആ പലകമറ ഉൾപ്പെടെ വല്യപ്പനും കുടുംബവും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യത്തെക്കുറിച്ചും വേദനയോടെ വിവരിക്കുന്ന രംഗങ്ങളുണ്ട്. മമ്മാഞ്ഞി ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും തകർക്കാൻ ഒരു ചിരി കൊണ്ട് കഴിയുമെന്ന് അമ്മയെ പഠിപ്പിച്ചത് മമ്മാഞ്ഞി അദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണ്. തെറുപ്പുബീടി വലിച്ച് ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ സ്തുതി ചൊല്ലി മാതൃക കാട്ടിക്കൊടുത്തുകൊണ്ട് തീട്ടപ്പറമ്പിൽ ചെന്നിരിക്കേണ്ടുന്ന ആ ഒരു അവസ്ഥയെ വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിൽ മമ്മാഞ്ഞിയെ വായിച്ചപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അറിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ടി.പി. രാമചന്ദ്രൻ എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അധികാരി എന്ന നോവൽ അധികാരിയുടെ ഉമ്മ വാസന പുകയില ബീഡി വലിക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞത്.
ഏത് ഓർമ്മക്കുറിപ്പിലായാലും ചില ഇടങ്ങളിൽ വരുമ്പോൾ അമ്മമാരുടെ ജീവിതം എപ്പോഴും ദാരുണവും വൈഷമ്യം നിറഞ്ഞതുമാണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അതിൽ നിരീക്ഷണ പാടവത്വം, അത് വണ്ടുകളെയും പ്രാണികളെയും വേട്ടാവളിയെ തീപ്പെട്ടിക്കൂടിൽ പിടിച്ചിട്ട് ഒരു ദിവസത്തെ ആനന്ദത്തിന് വേണ്ടി പിടിച്ചിടുന്നതിനെക്കുറിച്ചും തീട്ടപ്പറമ്പിലുള്ള സകല ജീവജാലങ്ങളുടെയും പറുദീസയായിരുന്നു എന്ന് പറയുന്നതും, എന്നാൽ അതേസമയം തന്നെ ഏറ്റവും ദൈന്യതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം വയറിളക്കം പിടിക്കരുതേ എന്നതാണ് എന്നും വെളിപ്പെടുത്തുന്ന ഒരു ദൈന്യത ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായം ഡെലിവേർഡ് ബോയ് സേഫ്. പാറ്റ ഗുളികയുടെ ഗന്ധങ്ങൾ, ചതച്ച് മുളകിട്ട് ചാലിക്കുന്ന പരിപ്പ് കറിയുടെ മണം, ഉണക്കച്ചാണകം മെഴുകിയ മമ്മാസ് കോളേജിൻ്റെ ഓലമേഞ്ഞ കോലായിലെ മണം, മധുരമുള്ള ബേക്കറിയിലെ പലഹാരങ്ങളുടെ പോലെയുള്ള അത്തർ മണമുള്ള സ്കൂളിലെ അധ്യാപകൻ. പേരുകളെക്കുറിച്ചും അദ്ദേഹം പലയിടത്തായി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ബാർബറ എന്ന പേര് അമ്മ നാട്ടിലേക്ക് എത്തി, അവരുടെ കല്യാണം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ ഈ പേര് പലരോടും ഗ്രാമത്തിലുള്ള ആളുകളോട് പറയാൻ പാടുപെടുന്നതും ആശുപത്രിയിൽ എത്തുമ്പോൾ പേര് പറയാൻ പാടുപെടുമ്പോഴും സെലിൻ എന്ന് മാറ്റി പറയുന്നുണ്ട്. 50 ആണ്ട് കഴിയേണ്ടി വന്നു ബാർബറ എന്ന അമ്മയ്ക്ക് ബാബി എന്ന് പേരക്കുട്ടികൾ വിളിച്ചു തുടങ്ങിയപ്പോൾ പേര് ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ. ജനനം, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് അരിയും ഇറച്ചിയും വാങ്ങാൻ അപ്പൻ പണം കൊടുത്തു വിടുന്നതും അത് നഷ്ടപ്പെട്ടു പോകുന്നതും, അതിനുശേഷം തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നീ പോയി തെണ്ടി തിന്നടാ എന്ന് പറയുന്ന ആ ഒരു ഇത് മനസ്സിനെ മുറിപ്പെടുത്തുന്ന, അത്രമേൽ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്നും അതൊരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ അങ്ങനൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം ഇതിൽ നടത്തിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ പലവിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതും അതിനുവേണ്ടി പല പല ആശുപത്രികളിൽ പോകേണ്ടി വരുന്നതും, ആ പോകുന്ന സമയത്ത് അതിലുള്ള ചരിത്രം കൂടി, ആലപ്പുഴ ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവിന് വേണ്ടി പണിത കൊട്ടാരം പിന്നീട് ആശുപത്രിയായി മാറുന്നതും, അവിടേക്ക് പോകുമ്പോൾ ഇരുട്ടുകുത്തിവെള്ളം, വെപ്പുവള്ളങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ദേഹമാസകലം പുണ്ണുകൾ വരികയും ആ പുണ്ണുകളിൽ മരുന്ന് പുരട്ടുന്ന രാത്രിയിലെ ചില സമയങ്ങളിൽ അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ എൻ്റെ ചൊറി ഒരിക്കലും മാറല്ലേ എന്ന് വരെ പ്രാർത്ഥിച്ചു പോകുന്ന നിഷ്കളങ്കമായൊരു ബാല്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൻ്റെ 1-ാം ക്ലാസ് മുതൽ ക്ലാസ്മേറ്റുകളെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളെയും സഹപാഠികളെ അധ്യാപകരെയും എല്ലാം അദ്ദേഹം ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നത് വളരെ ഹൃദ്യമായൊരു കാര്യമാണ്. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകുന്ന മറ്റൊരു കാര്യമാണ്, വെളുമ്പനെ കർമ്മൻ തോൽപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ്. എലിപ്പട്ടി അച്ചായൻ എന്നൊരു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും അതേസമയം അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്ന പൂച്ചകൾക്ക് അദ്ദേഹം പുണ്യവാളന്മാരുടെ പേരുകളാണ് നൽകിയിരുന്നത്. എന്തുകൊണ്ടാണ് പുണ്യവാളന്മാരുടെ പേരുകൾ നൽകിയിരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഖാക്കളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തിലെത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് ഐതിഹ്യ കഥകൾ, പ്രത്യേകിച്ചും പുണ്യവാളന്മാരെ കുറിച്ചുള്ള കഥകളൊക്കെ മമ്മാഞ്ഞിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വായനയുടെ ആദ്യ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ മാസ്റ്റർ റീഡിംഗ് റൂം സൂക്ഷിച്ചിരുന്ന കല്ലേലി രാഘവൻ പിള്ള സാറായിരുന്നു. മുഖരേഖ മാസികയിൽ അദ്ദേഹത്തിന് ആദ്യ എഴുത്തു പരീക്ഷണങ്ങൾക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നത് കല്ലേലി മാഷാണ്. ക്രിസ്മസിന് വീട് വിട്ടിറങ്ങിപ്പോയി തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥന അതിൽ പറയുന്നുണ്ട്. മനുഷ്യരെയും മാലാഖമാരെയും ഒരുപോലെ പഴിച്ചുകൊണ്ട് അമ്മ അദ്ദേഹത്തിൻ്റെ വയറ് തടവിയെന്നു. ലത്തീൻ പള്ളികളുടെ ചരിത്രവും സെമിത്തേരിയിൽ കരപ്രമാണിയുടെ മാർബിളിട്ട കല്ലറകൾ കാരണം പരുത്തിപ്പട്ടിക കുരിശാൽ അടയാളപ്പെടുത്തിയിരുന്ന മമ്മാഞ്ഞി അഥവാ വിക്ടോറിയ അമ്മച്ചിയുടെ കല്ലറ മാഞ്ഞു പോയതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം മമ്മാഞ്ഞിയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സമയത്ത് താടി ചേർത്തു കെട്ടാൻ കീറിയ വെള്ളശീലയുടെ കരച്ചിൽ ഞാൻ കേട്ടു. അത് വളരെയധികം ഹൃദയത്തെ വായനക്കാരൻ്റെ ഉള്ളിലും ആ ശബ്ദം കേട്ടുപോകും എന്നാണ് എനിക്ക് തോന്നിയത്. 3-ാമത്തെ അധ്യായം മുണ്ടൻ പറങ്കി. മമ്മാഞ്ഞിയുടെ ആത്മാവിനെക്കുറിച്ചും മമ്മാഞ്ഞിയുടെ മരണത്തെക്കുറിച്ച്, മമ്മാഞ്ഞിയുടെ ആത്മാവ് അയലത്തുള്ള ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറുന്നതും അതിനുശേഷം
അമ്മാഞ്ഞി പറഞ്ഞ അനുഭവങ്ങളെക്കുറിച്ച്, ചില കാര്യങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു രംഗമുണ്ട്. മൂടുവിങ്ങിയ മുഖം പോലെ എൻ്റെ മുഖം വിളറിപ്പോയിരുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ദിവസത്തിൽ കോൺവെന്റ് സ്ക്വയർ ഹോട്ടലിൽ വീഞ്ഞും കേക്കും കഴിക്കാനായിട്ട് ചെറിയച്ഛൻ്റെ കൂടെ പോയ രംഗം വിവരിക്കുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, മുണ്ടുടുക്കുന്നവർ എങ്ങനെയാണ് ആംഗ്ലോ ഇന്ത്യൻസ് ആകുന്നത് എന്ന്. ആ ചോദ്യം കൊള്ളുന്നത് അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഒരു ആഘാതം, അത് ചെറിയ കുട്ടിയിലും അതുപോലെ തന്നെ മുതിർന്ന ഒരാളിലും സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയേണ്ടി വരുന്നുണ്ട്, എനിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആകണ്ട. തൻ്റെ വാലറ്റത്തെ നൊറോണ എന്ന പേര് ഒളിപ്പിക്കാൻ പലപ്പോഴും കാരണമായിട്ടുണ്ട് ഈ ആഘാതങ്ങൾ. അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു വരി ഇങ്ങനെയാണ്: ഡൈനിങ് ടേബിളിൽ ഫോർക്കിന് വരഞ്ഞു പാടുപോലെ അത്രമേൽ ആഴമുണ്ടായിരുന്നു ഉള്ളിനെ കീറിയ രാത്രിയുടെ ഓർമ്മ. ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പിന്നീട് അങ്ങോട്ട് വന്ന മാറ്റം, സാമുദായിക മാറ്റം, മുണ്ടുടുക്കുന്ന ആംഗ്ലോ ഇന്ത്യൻസ് എന്നും മുണ്ടുടുക്കാത്ത ആംഗ്ലോ ഇന്ത്യൻ സമുദായമെന്നും, അതിൻ്റെ ചരിത്രം, ജാതീയമായ അകൽച്ചയും ആന്തരികമായ സംഘർഷങ്ങളും, അതുമൂലം ഉടലെടുത്ത സാമൂഹിക വിഘടനം, ഇതിനെക്കുറിച്ചെല്ലാം ചിറ്റപ്പൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജന്മവേരിനെ ചിറ്റപ്പനും ഫ്രാൻസിസ് നൊറോണയും പ്രതിരോധിച്ചത് മുണ്ടുടുത്ത് നടന്നുകൊണ്ടായിരുന്നു എന്നത് വളരെ ശക്തമായൊരു അവരുടെ ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് തരത്തിലുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ തമ്മിലുള്ള വേർതിരിവ്, പോർച്ചുഗീസ് കോട്ടയോളം ഉയരവും ഉറപ്പും ഉണ്ടായിരുന്നു, അത് ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കുന്ന ഇന്നത്തെയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ട്രാറ്റിഫിക്കേഷനെയാണ്. രണ്ട് ഭൂപടങ്ങൾ 5-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് ഭൂപടങ്ങളുടെയും ഭാഷയുടെയും സമ്മേളനമാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന്. ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീകളെ ചട്ടക്കാരികളെന്നും പുരുഷന്മാരെ പങ്കുകളെന്നും വിളിച്ചിരുന്നു. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ ജീവിതം അധികമൊന്നും സാഹിത്യത്തിലോ സിനിമയിലോ വ്യക്തമായി പകർത്തിയിട്ടില്ല എന്നും പറയേണ്ടി വരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, വേഷങ്ങൾ, ഭക്ഷണ രീതികൾ വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് ആംഗ്ലോ ഇന്ത്യൻസിൻ്റേത്. അതിൽ സ്ത്രീകളുടെ കാവയും മുണ്ടും അതെല്ലാം അന്യം നിന്ന് പോയിരിക്കുന്നു. അവരുടെ ജീവിത രീതികൾ, ദൈനംദിന ജീവിത ചിട്ടകൾ, അവിടെ കുടുംബങ്ങൾ നയിക്കുന്നത് അമ്മമാരാണ്. ഗൃഹനാഥന്മാർ പൊതുവെ അലസരായുള്ള ആൾക്കാരാണ്. ശനിയാഴ്ച വൈകുന്നേരം ആകാൻ വേണ്ടി കാത്തിരിക്കും അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം. കാര്യം ശനിയാഴ്ച വൈകുന്നേരമാണ് പോത്തിറച്ചി അല്ലെങ്കിൽ പന്നി, താറാവിറച്ചി കൊണ്ടുവരുന്നതും അത് കറി വെക്കുന്നതും. ആ കറി വെക്കുന്ന അടുപ്പിൽ അത് വേവുന്നതിനോടൊപ്പം തന്നെ പല മസാലഗന്ധങ്ങളും അതിനോടൊപ്പം തന്നെ രുചിക്കൂട്ട് നോക്കുന്നതും, വീഞ്ഞ് അല്ലെങ്കിൽ കേക്ക്, ഇവയുടെയൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിൽ അതിൻ്റെയൊക്കെ ഒരു സംഭാവന. രൂപക്കൂടിന് മുന്നിലുള്ള കിടാവിളക്ക്, നിത്യജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് അല്ലെങ്കിൽ അശരണരായവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ സഹായം എന്നതിൻ്റെ തെളിവാണ് ഈ കിടാവിളക്കിനെ കുറിച്ചുള്ള പ്രതിപാദ്യം. വിവാഹ സംബന്ധിയായ ചടങ്ങുകളെക്കുറിച്ചും അതിലുപരി മരണത്തിന് കോട്ടിട്ട് അന്തസ്സായിട്ട് കിടത്തണം എന്ന് പറയുന്നതും, ചിറ്റപ്പൻ്റെ മരണസമയത്ത് കോട്ട് തുന്നാൻ വേണ്ടി പോകുന്ന ചിറ്റപ്പൻ്റെ മകനും അദ്ദേഹത്തെയും കുറിച്ച് വിവരിക്കുന്ന ഒരു രംഗം. മമ്മാഞ്ഞി എത്ര അതിശക്തിയും എന്നാൽ അതീവ ലളിതമായും ജീവിച്ച ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസം വീടിന് വെളിച്ചമായ കഥയെക്കുറിച്ചും വിശപ്പിന് അറുതി വരുത്തുന്നതിനായിട്ടുള്ള പപ്പായ മരത്തെ പുണ്യവാളൻ മരമെന്ന് അദ്ദേഹം വിളിക്കുന്നതും, ദാരിദ്ര്യത്തെക്കുറിച്ചും വിശപ്പിൻ്റെ കാഠിന്യതയെക്കുറിച്ചും എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. മമ്മാഞ്ഞിമാർ പറഞ്ഞു കൊടുത്ത ഒരുപാട് ക്രിസ്മസ് കഥകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി മമ്മാഞ്ഞിയുടെ നേർച്ചക്കോഴിയെ പിടിക്കാൻ സഹായിച്ച ഒരു ഓർമ്മ. പഞ്ചാരമണൽ അന്യം നിന്ന് പോയെങ്കിലും യാത്രാമധ്യേ മമ്മാഞ്ഞിക്കൊപ്പം പഞ്ചാരമണലും പറുദീസയിലേക്ക് മടങ്ങിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കൽ റോഡിൻ്റെ അരികിൽ പഞ്ചാരമണൽ കണ്ടപ്പോൾ അത് വാരിയെടുത്തു എന്ന് പറയുമ്പോൾ ഇന്നും എഴുത്തുകാരൻ്റെ ബാല്യം അത് എത്രത്തോളം ഹൃദ്യമായ ആ ഓർമ്മകളെ ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഓർമ്മകളെല്ലാം വളരെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇന്നും ആ ബാല്യം ഇന്നും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കരുത്ത് നൽകുന്നു. പരാജയപ്പെടുന്നവന്റെ സുവിശേഷങ്ങൾ മമ്മാഞ്ഞിയുടെ വേദപുസ്തകത്തിലും ജീവിതത്തിലും ഉടനീളമുണ്ട്. മമ്മാഞ്ഞിയുടെ അതേ പാത തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം നേരത്തെ പറയുകയും ചെയ്തിരുന്നു.
മമ്മാഞ്ഞിയുടെ മരണത്തിന് ശേഷം ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്ക് മമ്മാഞ്ഞിയുടെ ആടിനെ വിറ്റു അതിനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് തിരിഞ്ഞു നോക്കുന്നത് ഉള്ളിലെ നെഞ്ചിലേക്കാണ് അത് തറയ്ക്കുന്നത്. ആ രാത്രി കോഴികൾ വന്ന് അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ വായിക്കുന്ന ഏതൊരു വായനക്കാരന്റെ ഉള്ളിലും ആ വേദന ഉറഞ്ഞുകൂടുകയാണ്. മട്ടാഞ്ചേരിയിലെ അമ്മയുടെ ഓർമ്മകളും മണവും രുചിയും, വേവിച്ച അല്ലെങ്കിൽ പുഴുങ്ങിയ കപ്പ, കടല, ചക്ക ചെറുതായി അരിഞ്ഞത്, ഉപ്പിലിട്ട കാരയ്ക്ക, നെല്ലിക്ക, ബിലുമ്പിപ്പുളി, ബംബ്ലൂസ് നാരങ്ങ, ഇതെല്ലാം തന്നെയും വായനക്കാരന്റെ ഉള്ളിലും രുചിമുകുളങ്ങളും ഓർമ്മകളും നിറയ്ക്കുകയാണ്. 2 മമ്മാഞ്ഞിമാരുടെയും നാട്ടുവർത്താനത്തിനിടയ്ക്ക് നിന്നാണ് അദ്ദേഹത്തിന് കഥ എഴുതാനുള്ള തുടക്കം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. മട്ടാഞ്ചേരി അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് പോകുന്ന സമയത്തും അവിടെ കന്നുകുട്ടി അറക്കുന്നതും അന്നത്തെ കല്യാണങ്ങളുടെ രീതി, അവിടുത്തെ ഭക്ഷണക്രമങ്ങൾ, ലൈഫ് ബോയ് സോപ്പിന്റെ ഗന്ധം, ഇതെല്ലാം ഇന്നും ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളെ അറിഞ്ഞിട്ടുള്ള ഏതൊരു വായനക്കാരന്റെ ഉള്ളിലേക്കും നിറയുന്നതാണ് ഓർമ്മകൾ കൊണ്ട്. മറ എന്ന അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും മൈക്കാട് പണിയിൽ ജോലി ചെയ്തിരുന്ന ട്രാൻസ്ജെൻഡർ ആയ ഒരു സ്ത്രീയെ വീട്ടിൽ ഭക്ഷണത്തിന് ഊണ് കഴിക്കാനായി കൊണ്ടുവരുന്ന ഒരു രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പലകമറയ്ക്ക് മുകളിലൂടെ കരിഞ്ഞു കിട്ടിയ ഒരു ഒറ്റ ഇലക്ട്രിക് ബൾബിന്റെ വെട്ടത്തിൽ 10ാം ക്ലാസ് പഠിക്കാൻ ശ്രമിക്കുന്നതും, നാഗത്തന്മാരുടെ കെട്ടുകഥകളെ കുറിച്ച് മമ്മാഞ്ഞി പറഞ്ഞു കൊടുത്തതും, ഐതിഹ്യമാലയിലെ കഥകളും മണ്ണാറശാലയുടെ വിശ്വാസ വിവരണങ്ങളും ഒക്കെയും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. ദുസ്വപ്നങ്ങളെ കുറിച്ചും ഉള്ള ഭാഗത്ത് ഉറക്കത്തിൽ പലകമറയിൽ ചവിട്ടിയത് കൊണ്ട് വല്യമ്മ ബൾബ് കട്ട് ചെയ്തിരുന്നതും, പിന്നെ പഠിത്തം മുഴുവൻ മണ്ണെണ്ണ വിളക്കിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെയും കീഴിലായതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. വീട് ഭാഗം വെച്ചപ്പോൾ പലകമറയുൾപ്പെടെ വല്യമ്മ കൊണ്ടുപോയതും, അക്കൊല്ലം അമ്മയുടെ പഴയ സാരികൾ മഴയോട് മത്സരിച്ച് അവരെ പൊതിഞ്ഞു പിടിച്ചതും പറയുമ്പോൾ മഴയുടെയും തണുപ്പിന്റെയും ഒറ്റപ്പെട്ടു പോയതിന്റെയും വേദന നമ്മളും അറിയുന്നു. ഉടലുയിർ എന്ന അധ്യായം അതിൽ അസുഖം പിടിപെട്ടതിനെ കുറിച്ചും അതേസമയം ആ അസുഖങ്ങളുടെ ഇടയിൽ തന്റെ ബാല്യത്തിൽ ആഗ്രഹിക്കാതിരിക്കുക എന്നത് ചെറുപ്പം മുതലേ ശീലിച്ചതിനെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോൾ സുഗതകുമാരി ടീച്ചറുടെ കവിതയും സ്കൂൾ ടീച്ചർ പഠിപ്പിച്ച ആയത്തുൽ ഖുർസിയ എന്നത് ചൊല്ലിയും ഉള്ളിലെ ഭയം മാറ്റാൻ കോട്ടയത്തെ ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹം ശ്രമിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത കിടക്കയിൽ പലപ്പോഴായി കണ്ട 3 മരണങ്ങൾ, അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ നീർക്കെട്ടും അസുഖം കാരണം പിന്നീട് പഠനം, വായന ഇവയെല്ലാം പ്രൈവറ്റ് ആയിട്ട് നടത്തേണ്ടി വരുന്നതിനെ കുറിച്ചും, കോട്ടയത്തേക്കുള്ള ആശുപത്രിയിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള യാത്ര, അത് ബോട്ട് യാത്ര നടത്തേണ്ടി വരുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് കായൽ നികർത്തൽ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. സ്വാസ്ഥ്യം കിട്ടാത്ത ജനത സാഹിത്യക്കാണ് കൂടുതൽ, എവിടെയാണ് സാഹിത്യ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. സമ്പന്നരാണ് വായനയെ നിയന്ത്രിക്കുന്നത്, നിലനിർത്തുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബോട്ട് യാത്രയിലെ വായനകൾ, കാഴ്ചകൾ, കാറ്റിലും മഴയിലും അകപ്പെട്ട് ജീവൻ കയ്യിൽ പിടിച്ച് നടന്നിട്ടുള്ള അവസരങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ജനനം, അദ്ദേഹത്തിന്റെയും സഹോദരിയുടെയും പഠനം, ചികിത്സ, സ്ഥലത്തിന് വേണ്ടി വാങ്ങിയ കടം ഇവ വീട്ടാൻ കഷ്ടപ്പെടുന്നതും, പഠനം ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടി കയറുന്നതും, ബയോപ്സി റിസൾട്ടിന് വേണ്ടിയിട്ട് ഡോക്ടറിന് ആയി ഹോസ്പിറ്റലിൽ വരാന്തയിൽ കാത്തിരിക്കുന്ന ആ ഒരു നീണ്ട നിമിഷത്തെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പാരവശ്യങ്ങളും സങ്കടങ്ങളും ഭയങ്ങളും എല്ലാം ഈ 6ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നു. കെട്ടുതേങ്ങയും പിടിയേരിയും എന്ന അധ്യായത്തിലേക്ക് അദ്ദേഹം ജോലിക്ക് കയറുന്നത് മൈക്രോ ഫിനാൻസിംഗ് യൂണിറ്റിൽ അക്കൗണ്ടന്റ് എന്ന തസ്തികയിലാണ് കയറുന്നതെങ്കിലും 10 വർഷക്കാലം കൊണ്ട് അവിടെ ഒട്ടുമിക്ക പണികളും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു അച്ഛനോടൊപ്പം തമിഴ്നാട്ടിലെ കാരൂർ എന്ന ജില്ലയിലെ കാരൂർ എന്നൊരു ഗ്രാമത്തിലേക്ക് പോകുന്നതും അവിടെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അവസ്ഥയെക്കുറിച്ച് നേരിട്ട് കാണുന്നതും ആ അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആലപ്പുഴ തിരുഹൃദയ സെമിനാരിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഇടത്ത് അദ്ദേഹത്തോട് വളരെ കാരുണ്യത്തോടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന കൊർണേലിയാമ്മ എന്ന സിസ്റ്ററെ കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും പറയുമ്പോൾ, കുഞ്ഞെ എനിക്ക് വയ്യടാ, നീ എന്നെ എപ്പോഴാ വന്ന് കാണുക എന്ന അമ്മയുടെ ചോദ്യം വായനക്കാരന്റെയും അദ്ദേഹത്തിന്റെയും ഉള്ളിൽ ഒരുപോലെ പൊള്ളിക്കുന്നുണ്ട്. 8ാമത്തെ അധ്യായം ലന്തപോർക്ക് എന്നാണ്. അശരണരുടെ സുവിശേഷം എന്ന നോവൽ
അദ്ദേഹം എഴുതാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ റിസർച്ചിനെക്കുറിച്ചും അതിന് മുന്നോടിയായി മുടങ്ങാതെ അദ്ദേഹം വായിക്കുന്ന ഒരു പുസ്തകം ബൈബിൾ ആണെന്നും ബൈബിൾ പഠനം നടത്തുന്നതും ബൈബിൾ കോളേജിൽ നിന്നും ഒരുപാട് സ്വയം ഉള്ളിലുണ്ടാകുന്ന ചോദ്യങ്ങളും അന്വേഷണങ്ങളുടെയും ഫലമായിട്ട് അശരണരുടെ സുവിശേഷം ഉണ്ടാകുന്നെങ്കിലും ബൈബിൾ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനെയും കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം 2 പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വേദശബ്ദ രത്നാകരം ഡി ബാബു പോൾ എഴുതിയ പുസ്തകം, ബൈബിൾ ഡിക്ഷണറി ആന്റണി തെരേത്ത്. ഈ 2 പുസ്തകത്തിലും അദ്ദേഹം കാണാതെ പോയ ഒരു വാക്ക്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഒരു വാക്ക് വിശപ്പ് എന്ന വാക്കാണ്. ചരിത്രവും അശരണരുടെ സുവിശേഷം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം അതിൻ്റെ ഉദ്ഭവം, ചരിത്രം, സാഹചര്യം, സാഹിത്യം, അതിൻ്റെ ഭാഷ, അതിൻ്റെ ഗവേഷണം, തീരദേശ ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൽ ആ പുസ്തകം എഴുതാനുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും പോലും തീരദേശ ഭാഷയിൽ സംസാരിക്കാൻ ഉള്ളൊരു രീതി കൈവരിക്കുന്നതിനും, എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ ആ ഭാഷ കാരണം ഒരു പ്രശ്നത്തിലകപ്പെടുകയും എന്നാൽ ആ പ്രശ്നത്തിൻ്റെ ഫലമായി ലന്തപ്പോർക്ക് എന്നൊരു വാക്ക് കിട്ടിയതിൻ്റെ സന്തോഷം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. എഴുതാൻ ശ്രമിക്കുന്നതിനിടയിൽ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ നോവൽ എഴുത്തിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു നോവൽ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും. 9ാമത്തെ അധ്യായം മുറിവെഴുത്ത് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. ഓർമ്മകൾ തുടക്കം മുതൽ അക്കമിട്ട് അദ്ദേഹം അവിടെ നിരത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്ന പട്ടാണി സ്ത്രീ ബൂവ, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ കൂട്ടുകാരികളെക്കുറിച്ചും അവർ തമ്മിലുള്ള വഴക്കുകളെക്കുറിച്ചും അപ്പനും അമ്മയും ഒരുമിച്ച് സിനിമകൾ കാണാൻ പോയിരുന്നതിനെക്കുറിച്ചും അപ്പൻ്റെ ഒപ്പം സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ പോയിരുന്നതിനെക്കുറിച്ചും നാടക കലാകാരനായ PM ആന്റണിയുമായുള്ള സൗഹൃദം, ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ്, ആ നാടകത്തിന്റെ തകർച്ച, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രണയ തകർച്ച. ആ പ്രണയ തകർച്ചയ്ക്കൊടുവിൽ അദ്ദേഹം സെമിനാരിയിൽ ചേരാനുള്ള മോഹം അറിയിക്കുന്നതിനെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചും കടമക്കുടി മൂലാമ്പള്ളി ദേശത്തെക്കുറിച്ചും ആ ദ്വീപിലെ ജീവിതം, അവിടുത്തെ ആളുകൾ, അതെങ്ങനെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു, അദ്ദേഹത്തിന്റെ വിവാഹശേഷമുള്ള 9 വർഷം എന്തുകൊണ്ട് അദ്ദേഹം ഒന്നും എഴുതിയില്ല എന്നും, ജീവിതത്തിന്റെ ഒരു പച്ചയായ ഒരു കഠിനമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും കഥ എഴുതി ശാലോം സാഹിത്യ മത്സരത്തിന് അയക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് സർക്കാരിന്റെ ജോലി ലഭിക്കുകയും ആ ജോലിയിൽ ചേരാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ദിവസം ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട്. ഈ 9 അധ്യായങ്ങളിലായി അദ്ദേഹം നേരിടുന്ന ബാല്യകാലത്തെ പട്ടിണി, അപമാനം, വേദന, ഭയം, വിശപ്പ്, ദാരിദ്ര്യം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇങ്ങനെയുള്ള പല തലത്തിൽ ഒരു കുട്ടി, ഒരു കുടുംബം ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലൂടെ അദ്ദേഹം എത്തി നിൽക്കുന്നത് ആത്മീയതയിലാണ്. പാർശ്വവത്കരിക്കപ്പെട്ട ജീവിതങ്ങളുടെ ആംഗ്ലോ ഇന്ത്യൻസ്, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പുറമേ കാണുന്ന പോലെ വളരെ ലക്ഷൂറിയസ് ആയിട്ടോ സുഖസൗകര്യമുള്ള ഒരു ജീവിതമോ അല്ല എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ മുണ്ടൻ പറങ്കി എന്ന പുസ്തകം നമുക്ക് മുന്നിൽ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായ. ആ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് തീവ്രമായ പ്രാർത്ഥനകളായിരുന്നു വർഷങ്ങളോളം. നെടുവീർപ്പുകളുടെ നുറുങ്ങു നിറച്ച പുസ്തകമാണ് മുണ്ടൻ പറങ്കി. ധാരാളം പേർ ഈ അനുഭവങ്ങളിലൂടെ താതാത്മ്യം പ്രാപിച്ച് ഈ പുസ്തകവും എഴുത്തുകാരനെയും വായിക്കപ്പെടട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയൊക്കെയോ എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, മമ്മാഞ്ഞി എന്ന് സാറ് പറയുന്ന അതേ ഇത് അമ്മച്ചിമാർ എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള മനത്ത് കണ്ണികളെ പിടിച്ച് ഓർലിക്സ് കുപ്പിയിലിട്ട് വേവിച്ച അരി കൊടുത്തതും, വായന, എഴുത്ത് എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളതും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിത് അത്രയേറെ എനിക്കിതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റിയതെന്ന് ഞാൻ കരുതുന്നു. എഴുത്ത് ഇനിയുള്ള കാലവും അദ്ദേഹത്തിന് ഒരു ദൈവമായി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഡോക്ടർ എലൈൻ, വളരെ സന്തോഷം. വളരെ വിശദമായി ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ അധ്യായത്തെക്കുറിച്ചും പൊതുവിലും സംസാരിച്ചു. നമുക്കിനി ചർച്ചകളിലേക്ക് പോകാം, അല്ലേ ഹേമ? അതെ, വളരെ ആഴത്തില് ഒരു പഠനം നടത്തിയിട്ടാണ് ഡോക്ടർ എലൈൻ സംസാരിച്ചത്.
അപ്പോൾ ഇതില് നമുക്ക് ഫ്രാൻസിസ് നെറോണയുടെ ഒക്കെ തന്നെ ചോദിക്കാമല്ലേ? ആദ്യം അതെ അതെ ചോദിക്കാം. അല്ല ഇത് ആദ്യം അദ്ദേഹത്തിനോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇതിൽ പറയുന്ന കുറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ടല്ലോ. ഒന്ന് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി dual നേരത്തെ എലൈൻ സൂചിപ്പിച്ചത്. ഉം. പിന്നെ മമ്മീഞ്ഞയുടെ മരണത്തിന് ശേഷം ഉണ്ടായ ഒരു സ്ത്രീയിലേക്ക് ബാധ കയറിയ സംഭവം. ഇതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അത് എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? രണ്ട് സംഭവമുണ്ട്. കരൂരിലെ സംഭവവും പറഞ്ഞിട്ടുണ്ട്. അതെ, കരൂര്. അതാണ് ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ. അദ്ദേഹത്തിൻ്റെ കുറുക്ക് എന്ന കഥയുടെ ഒരു എന്താ അസംസ്കൃത വസ്തുവാണിത് എന്നൊരു സൂചനയും നൽകിയിട്ടുണ്ട് അതിനകത്ത്. നൽകി. അതെ. ഓക്കെ മാം. ആദ്യം എലൈനൊരു താങ്ക് യു പറയുന്നത് വലിയൊരു ബിഗ് താങ്ക് യു. കാര്യം ആ പുസ്തകം അതിൻ്റെ ഈ വായിക്കുക മാത്രമല്ല, അതിന്റെ ഓരോ ഭാഗങ്ങളും വളരെ വ്യക്തമായി ഓർത്തിരുന്ന് എലൈൻ അത് പറഞ്ഞു. അതിനെക്കുറിച്ച് ഓരോ അധ്യായങ്ങളിലെയും ഓരോരോ വേറിട്ട സംഭവങ്ങളെല്ലാം പറഞ്ഞു. അത് എലൈൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എലൈൻ പറഞ്ഞ അത്രയും കഥാപാത്രങ്ങളുടെ ജീവിച്ചിരിക്കുന്നവരും അതിൽ കുറച്ചുപേരൊക്കെ മരിച്ചുപോയവരും ഉണ്ട്. ഞാൻ എഴുതുന്ന സമയത്ത് ജീവിച്ചിരുന്നവരുണ്ട്. അത് പിൽക്കാലത്ത് ഇപ്പൊ നമ്മളുടെ ഈ പ്രസന്റിൽ അവർ മരിച്ചുപോയവരും. അപ്പൊ അങ്ങനെ ഒട്ടനവധി ആളുകളുടെ മുഖം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ ആ ദേശങ്ങള്, ആ ഗന്ധങ്ങളൊക്കെ ഞാൻ ആവർത്തിച്ച് അനുഭവിക്കുന്ന എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു പിരിമുറുക്കവും ഒക്കെ എനിക്ക് എലൈൻ അതിന്റെ ഓരോ അധ്യായങ്ങളെ വിവരിച്ച് പറയുമ്പോൾ എനിക്കുണ്ടായി. പ്രത്യേകമായ ഒരു താങ്ക് യു പറയുന്നു. സന്തോഷമായി. ഇത്രയും ആത്മാർത്ഥതയോടെ ആ പുസ്തകം വായിച്ചതിന് പ്രത്യേകം താങ്ക് യു. ഇനിയിപ്പോ എന്നോട് ചോദിച്ച വിഷയത്തെ കുറിച്ച് പറയാം. ഇത് ഈ പുസ്തകത്തിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് എന്റെ കൺമുന്നിൽ നടന്ന കാര്യങ്ങളാണ് അത് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഒരു ശാസ്ത്രീയതയെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ എനിക്ക് അത്രയും ഒരു വേവലാതി ഇല്ല അത് എഴുതുമ്പോൾ. കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലോകം എന്ന് പറയുന്നത് യുക്തിക്കപ്പുറത്തേക്ക് ഉള്ള ഒരു ലോകമാണ്. അവന്റെ ലോകത്തില് മാലാഖമാരുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഭൂത പ്രേത പിശാചികളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ഉള്ള ഒരു ലോകമാണ് ഒരു എഴുത്തുകാരന്റെ ലോകം. അതുകൊണ്ട് എഴുത്തുകാരൻ ഒരിക്കലും ഒരു യുക്തിയുടെ അത്രയും നമ്മളുടെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സമീപിക്കുമ്പോൾ അതിനെ നമ്മൾ യുക്തിഭദ്രമായിട്ട് സമീപിക്കുമെങ്കിലും നമ്മളുടെ മറ്റു ലിറ്റററി ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ സംഭവം മമ്മാഞ്ഞി മരിച്ച് കഴിഞ്ഞിട്ടുള്ളത്, എന്റെ മമ്മാഞ്ഞിയുടെ മരണമൊക്കെ ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പെട്ടെന്നൊരു ദിവസമാണ് മമ്മാഞ്ഞി മരിക്കുന്നത്. അധികം മമ്മാഞ്ഞിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം രാവിലെ പെട്ടെന്ന് കൈയും കാലും തണുത്ത് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മമ്മാഞ്ഞിയെ കട്ടിലിൽ കിടത്തി ഞാൻ മൺകിഴിയിൽ, അന്ന് മണല് ചൂടാക്കി കിഴി കെട്ടിയിട്ട് ഇങ്ങനെ കാലിലെല്ലാം ഇങ്ങനെ വിടും. അപ്പൊ ഞാനും ഇത് സഹായിക്കുന്നുണ്ട് മൺകിഴി കെട്ടാനും ഒക്കെ ആയിട്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ മമ്മാഞ്ഞി മരിച്ചു പോവുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, പെണ്ണമ്മ എന്ന് പറയും. അവരെ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് അവർക്ക് വരാൻ അവരില്ലായിരുന്നു തോന്നുന്നു, അന്ന് വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ, അത് ഒരു ചെറുപ്പക്കാരിയാണ്. അവരുടെ മക്കള് ഒക്കെ ചെറിയ കുട്ടികളാ. ഇന്ന് അവരുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ അവര് മരിച്ചുപോയി. അവര് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതാ ഞാൻ പറയുന്നത്. അപ്പൊ അവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോഴേ. അപ്പൊ അവര് ഇതുപോലുള്ള എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മമ്മാഞ്ഞി മൂത്രം ഒഴിക്കുന്നത്, മമ്മാഞ്ഞി ഈ മുണ്ടും പാവാടയെല്ലാം കൂടെ ഇങ്ങനെ മേളോട്ട് പൊക്കി പിടിച്ചിട്ട് കുനിഞ്ഞു നിന്നിട്ടാണ് മമ്മാഞ്ഞി മൂത്രം ഒഴിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇടവഴി കൂടെ ആൾക്കാർ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ പോകുമ്പോൾ മമ്മാഞ്ഞി മൂത്രം ഒഴിക്കുകയാണെങ്കിൽ മമ്മാഞ്ഞിയെ മുള്ളു വേണാന്ന് ചോദിക്കും. ആടാ ഞാൻ മൂത്രം ഒഴിക്കുക, നീ എങ്ങോട്ടാ
പിന്നെ ചന്തയ്ക്ക് പോവുകയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു കാലമായിരുന്നു അത്. അപ്പൊ ഈ സ്ത്രീ അതുപോലെ ആ സമയമായപ്പോ മമ്മാഞ്ഞ് മൂത്രമൊഴിക്കുന്ന പോലെ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ആ വീടിന്റെ പുറത്തോട്ടിറങ്ങി മൂത്രമൊഴിക്കുന്ന കണ്ടപ്പോ ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയി. കാര്യം വെച്ചാൽ അത് സിമിലർ മമ്മാഞ്ഞി എങ്ങനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു. പിന്നൊരു സംഭവം എന്ന് പറയുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ ചായ ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ആ ചായ ചോദിക്കുന്നു. ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്മലുണ്ടായിരുന്നു മമ്മാഞ്ഞിക്ക്, ചെറിയ കമ്മൽ. അപ്പൊ മമ്മാഞ്ഞിയുടെ മകളെ കെട്ടിച്ചിരിക്കുന്നത് എടക്കൊച്ചിയിലാണ്. അപ്പൊ ആ കമ്മല് അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ മമ്മാഞ്ഞി കുറെ കാര്യങ്ങൾ പറയുന്നു. അത് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഈ സ്ത്രീക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോയി. ഇതെന്താണ് സംഭവിക്കുന്നത്? പക്ഷെ ഇതിന് ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ മണിച്ചിത്രത്താഴിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പിന്നെ ബ്രാഹ്മണ ഒരു മുസ്ലിം ബാലിക ഇത് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നു. അങ്ങനെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു ഇത്. ഇതേപോലെ ഒരു സമാന അനുഭവമാണ് കരൂരിൽ വെച്ചുണ്ടാകുന്നത്. കരൂരിലെ ഒരു ഗ്രാമത്തില് ആ സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാത്രിയായി. ഈ ഇവിടെ ആലപ്പുഴ രൂപതാ സൊസൈറ്റിയിലെ ഈ കൊറേഗ്രാസിന്റെ വർക്കിന്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പുല്ല്, കരൂരിലാണ് ആ നീളമുള്ള പുല്ല് കിളുക്കുന്നത്. അവിടുന്ന് പുല്ല് ബണ്ടിലുകളിലാക്കിയിട്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ വലിയ ബണ്ടുകളിലാക്കി ലോറി കയറ്റി തരും. അപ്പൊ അത് നമ്മൾ ലോറിയിൽ ഇവിടെ ആലപ്പുഴയിൽ കൊണ്ടുവന്നിട്ട് ഓരോ ബണ്ടിൽ നമ്മൾ തീരദേശ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ യൂണിറ്റുകളിൽ സ്ത്രീകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അവരത് വെള്ളം നനച്ച് നെയ്ത് ഇത് മാറ്റാക്കിയിട്ട്, ഗ്രാസ് മാറ്റ് ആക്കിയിട്ട് ആ മാറ്റ് നമ്മൾ തിരിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആലപ്പുഴ സെൻട്രലിൽ കൊണ്ടുവന്നത് വിൽക്കും. ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പൊ ഈ പുല്ല് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അന്നൊരു ഗ്രാമത്തില് ഒരു വയലിന്റെ നടുക്കുള്ള ഒരു ചർച്ചിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. സ്വാമി എന്നാ അവിടുത്തെ പിന്നെ പള്ളിയിലച്ഛന്മാരെ അന്ന് വിളിക്കുന്നത്. അപ്പൊ അന്ന് ആ അച്ഛൻ ഒരു പുകയിലുള്ള ഒരു ഹുക്ക ഇട്ടിട്ടുണ്ട്, പുകയില വലിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പിന്നെ ആരവം കേട്ട് നോക്കുമ്പോഴാണ് ഒരു സ്ത്രീയെ കട്ടിലൂടെ ചുമന്നുകൊണ്ട് വരുന്നത്. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ. അവര് വന്നിട്ട് ആണ് ഇങ്ങനെ. അപ്പൊ അച്ഛന് പെട്ടെന്ന് തന്നെ അകത്ത് പോയി ഈ അച്ഛന്റെ ഇതുണ്ടല്ലോ, ഈ ഷോൾ ഇട്ട് വന്ന് ഈ പുത്തമ്പള്ളവും എടുത്തുകൊണ്ട് വന്ന് ബൈബിൾ എടുത്തിട്ട് ചാപ്റ്റർ 5, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 5 എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ സ്ത്രീ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് എനിക്ക് ഈ ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 5 എന്താന്ന് അറിയത്തില്ല. ഇതെല്ലാം കഴിയുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, എടാ അതെന്താന്നറിയാവോ, അത് അശുദ്ധാത്മാവിനെ ഒഴിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ ആ സ്ത്രീ ബഹളം ഉണ്ടാക്കിയത് കണ്ടാവുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇത് ചരക്കും കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ട്രെയിനിന് തിരിച്ചു വരുമ്പോ എന്റെ കൂടെയുള്ളത് ആലപ്പുഴയിലുള്ള ഒരു അച്ഛനാണ്. ആ അച്ഛന് ഭയങ്കര പേടിയായിരുന്നു രാത്രി. അപ്പൊ പിന്നെ ഞങ്ങള് ബെർത്തില് മേളിലും താഴെയാ. അപ്പൊ ഞാൻ എന്തോ പിന്നെ ഈ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ എടാ മിണ്ടാതെ കിടക്ക്, പ്രാർത്ഥിച്ചോണ്ട് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എനിക്കൊരു കൊന്തയൊക്കെ തന്നു. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇതെന്താണ്, ഈ ലോകത്ത് ഈ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്നതാണ്. അത് എന്താണെന്നറിയില്ല. ഇത് നമ്മൾ ഏത് അത് രീതിയിലാണെന്ന് വായിക്കുമ്പോ അറിയില്ല. അല്ലെ ഒമൻ അല്ലെങ്കിൽ എക്സോസിസ്റ്റ് പോലുള്ള മൂവിയൊക്കെ കാണുമ്പോ ഇതുപോലെ ബൈബിള് കൊണ്ട് പിന്നെ ബാധ ഒഴിപ്പിക്കാൻ ചെല്ലുന്ന സീനൊക്കെ നമ്മുടെ മനസ്സിലേക്കൂടെ കടന്നു പോവാണ്. ഇപ്പോഴേ അത് വായിക്കുമ്പോ തന്നെ നമുക്കൊരു ഭയം. റീസെന്റ് ആയിട്ട് ഞാനിപ്പോ ഒരു ന്യൂസ് വായിച്ചു, അതുകൂടെ ഞാൻ പറയാം. ഈ വത്തിക്കാനില് പിന്നെ ഈ ലോകം ഇത്ര മോശമാകാൻ കാര്യം ഇങ്ങനെ പിശാചുക്കൾ കൂടിയിട്ടാന്ന് പറഞ്ഞ് ഭൂതോച്ചാടനത്തിന് ഉള്ള എന്തോ ഒരു അനുവാദം ഈ പുതിയ പോപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് അങ്ങനെയുള്ള എന്താന്നറിയില്ല. ഇതൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നതൊക്കെ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഇതൊന്നും അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാകരുത്. അതിന്റെ ഒരു ജീവിതാനുഭവങ്ങൾ നമ്മൾ പല പല സങ്കീർണതകളിലൂടെയാണല്ലോ കടന്നു പോകുന്ന മനുഷ്യര്. അപ്പൊ അതുപോലുള്ള ഇത് മരിച്ചവരുടെ ഒരു ഓർമ്മകളിൽ അവര് ജീവിക്കാറുണ്ടല്ലോ. മരിച്ചുപോയി. അവർക്ക് ഒരു ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത പറയാം. ഹേമലതയുടെ കണക്ഷൻ പ്രശ്നമുണ്ടെന്നു, ഇടയ്ക്ക് വലിയുന്നു അല്ലേ ശബ്ദം? ഏതേ ഞാൻ ആലപ്പുഴ കേക്കാവോ? ആലപ്പുഴ MACT ഞാൻ വർക്ക് ചെയ്യുമ്പോഴില്ലേ, ആലപ്പുഴ MACT ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, മോട്ടോർ ആക്സിഡന്റ് ട്രൈബ്യൂണലിൽ. അപ്പൊ ആ ട്രൈബ്യൂണലിൽ നമ്മുടെ മോനിഷ എന്ന് പറയുന്ന സിനിമാ നടിയുണ്ടല്ലോ,
ചേർത്തല അവര് ആക്സിഡന്റ് മരിച്ച. ചേർത്തല എക്സ്റേ കവല വെച്ചാ അവര് മരിച്ചത്. അത് കാരണം അതിന്റെ ക്ലെയിമിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആലപ്പുഴയായിരുന്നു. അന്ന് ആ ക്ലെയിം വാങ്ങിക്കാനായിട്ട് മോനിഷയുടെ അമ്മ, സിനിമാ നടിയാ അവരും വന്നിരുന്നു. അപ്പൊ ഞാനന്ന് അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറയുന്നത് മകളുടെ പ്രസൻസ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നാ പറയുന്നവര്. എല്ലായ്പ്പോഴും ആ ഒരു പ്രസൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാ, മനുഷ്യൻ എത്രത്തോളം ഒരു മരിച്ചുപോയവരോടുള്ള ആ സ്നേഹവും അതിന്റെ ചിന്തകളും ഒക്കെ നമ്മുടെ ഇതിൽ വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ദൂരെ ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് ഇപ്പൊ അമേരിക്കയിലെ ഇംഗ്ലണ്ടിലൊക്കെ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവരെ കുറിച്ച് നിരന്തരമായി ചിന്തിക്കുകയും അവരുടെ ഇങ്ങനെ പരിലാളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യും നമ്മുടെ വീട്ടിൽ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട്. ഫ്രാൻസിസ് നമ്മുടെ ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തൻ്റെ ഭാര്യയുമായി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് എന്ന് പല അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്നുള്ള രീതിയിലാണ്. എന്താ പാരാസൈക്കോളജി അല്ലേ, പാരാസൈക്കോളജി എന്നുള്ള ഒരു ഇതിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ കനിഷ്ക ദുരന്തത്തിൽ മരിച്ചുപോയ ബനോട്ടിന്റെ അമ്മ, അവരും ഇതുപോലെ മകളുടെ ആത്മാവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില് ഇപ്പൊ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഇംഗ്ലീഷിൽ സംസാരിച്ച് പിന്നെ അച്ഛനോട് തർക്കിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. വളരെ നേരിട്ട് കണ്ട ഒരു സംഭവമല്ലേ. ഇദ്ദേഹം അച്ഛൻ്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു, മമ്മാഞ്ഞിയെ കുറിച്ച്. മമ്മാഞ്ഞിക്ക് സ്ത്രീധനമായി കിട്ടിയ ഈട്ടിയുടെ ഒരു കാൽപ്പെട്ടി ഇദ്ദേഹത്തിന് കാൽപ്പെട്ടി നൽകിയതായി പറയുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഉണ്ടോ, കൂടെ ഉണ്ടോ? അതെ, കാൽപ്പെട്ടി അതുണ്ട്. മമ്മാഞ്ഞിയുടെ കാൽപ്പെട്ടിയുണ്ട്. മമ്മാഞ്ഞിയുടെ ഒരു തിരുഹൃദയത്തിന്റെ ചിത്രമുണ്ട്. അതില് ആ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു വേട്ട ഇതുണ്ടല്ലോ, ഈ പുസ്തകമൊക്കെ തിന്നുന്ന ഒരു സിൽവർ ഫിഷ്, അത് തിന്ന് കുറച്ച് ഭാഗം പോയിട്ടുണ്ട്. പക്ഷെ ആ തിരുഹൃദയ ചിത്രവും എന്റെ കയ്യിലുണ്ട്, ആ കാൽപ്പെട്ടിയും ഉണ്ട് എന്റെ കയ്യില്. അമ്മച്ചിക്കാണ് അലമാര കിട്ടുന്നത്. അതെ, ആ ചിത്രീകരണം ഗംഭീരമാണ്. കാര്യം ഈ ചാത്തനാട്ടെ ഇടവഴികളിലൂടെ മുട്ടിയും തൊട്ടിയും ബോട്ടിൽ വന്ന ശ്രീധരമായി കിട്ടിയ ഇംഗ്ലീഷ് അലമാരയും കൊണ്ട് വരുന്നൊരു രംഗമുണ്ടല്ലോ, അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള സംഭവം. പിന്നെ ഉള്ളിനെ നീറ്റിയ ക്രിസ്മസ് രാത്രിയിൽ സത്യം പറഞ്ഞാൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഇതിലെ താങ്കളുടെ ജീവിതത്തിലും ഉള്ള ഏറ്റവും വലിയൊരു വഴിമാറിയ രാത്രിയാണല്ലോ അത് തിരിച്ച്. അത് മെനയുള്ള മുണ്ടെടുത്ത്, മുഷിഞ്ഞ അച്ഛൻ്റെ മുണ്ടെടുത്ത് ചീറ്റപ്പനോടൊപ്പം കേക്കും വൈനും മോഹിച്ച് അവിടെ ചെല്ലുകയും അപമാനിതരായി തല കുമ്പിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്ത ആ രാത്രിക്ക് ശേഷം ഞാൻ 9 വർഷമുണ്ടോ അല്ലേ, മുന്തിരിച്ചാറ് കുടിച്ചിട്ടില്ല എന്നൊരു പരാമർശം അതിനകത്തുണ്ട്. 17 വർഷം മുമ്പെടുത്ത് നടന്നു. അതെ. പിന്നെ കുടിച്ചോ പിന്നെ അത് മാറിയോ? എനിക്ക് ഞാനിപ്പോ ഒരു വീട്ടിലിരുന്ന് കുടുംബത്തിലിരുന്ന് സംസാരിക്കുന്നത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. എന്റെ ഒരു സ്നേഹ കൂടുതലുണ്ടാണ് കേട്ടോ. എനിക്ക് മുന്തിരി ഞാൻ ഇത് നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്റെ കല്യാണത്തിന് എനിക്ക് മുന്തിരി കഴിക്കുമ്പോഴല്ലേ എന്റെ ഷോൾഡറിൽ ഒരു പെയിൻ വരും. ഇച്ചിരി കഴിച്ചാൽ മതി, സ്വല്പം കഴിച്ചാൽ മതി. അത് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മുന്തിരി എന്ന് വെച്ചാൽ വൈൻ കഴിക്കുമ്പോ റോ മുന്തിരി കഴിച്ചാൽ കുഴപ്പമില്ല, വൈൻ കഴിച്ചാൽ എനിക്ക് 2 ഷോൾഡറിലും പെയിൻ വരും. അതെന്താന്നറിയില്ല. അപ്പൊ ഞാനൊരു ദിവസം ആലപ്പുഴയിലുള്ള ഒരു ഫോട്ടോഗ്രാഫറെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാരണം അറിയില്ല. കാരണം അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതില് മനസ്സിന് വലിയ വേദന തോന്നിയ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് എലൈൻ സംസാരിച്ചപ്പോ പറയുകയും ചെയ്തതാണ്. അതായത് ഒരു വല്യമ്മയ്ക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്ത, വിദേശത്ത് നിന്ന് വന്ന ആരോ ഗിഫ്റ്റ് കൊടുത്ത തുണിയില് ഷർട്ട് തയ്ക്കാനായിട്ട് കൊടുത്തു. 2 ഷർട്ടിനുള്ള തുണി ഉണ്ടായിരുന്നു. ഒരു ഷർട്ട് തയ്ച്ചു, മറ്റേ തുണി കയ്യിൽ വാങ്ങിച്ചു. അതിട്ട് അമ്മയുടെ കൂടെ ഒരു കല്യാണത്തിന് പോകുന്നു. ആ കല്യാണത്തിന് പോയി അവിടെ പാചകം ചെയ്യുന്ന സ്ത്രീ അതുപോലുള്ള ഒരു തുണി കൊണ്ട് അവര് മുണ്ടുടുത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കരഞ്ഞു പോയ ഒരു സംഭവം. ഭയങ്കര
ടച്ചിങ് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, കക്കൂസ് ഇല്ലാത്തൊരു വീട്ടിലേക്ക് ഒരു കക്കൂസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയില് അപ്പനെ കാത്ത് രാത്രി മകൻ ഇരിക്കുകയാണ്. വളരെ ലേറ്റ് ആയിട്ട് ഉം, അപ്പൻ വന്നു. അപ്പൊ അപ്പന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെ നമ്മൾക്ക് കക്കൂസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ, നീ വെയിറ്റ് ഉം, ചെയ്യടാ ഉം, എന്ന് പറഞ്ഞ അപ്പൻ. അത് കഴിഞ്ഞ് ആ കക്കൂസ് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മുൻപ് കുറെ വീട്ടിൽ വന്ന അതിഥികൾ അതിനെ ഫില്ല് ചെയ്ത് ഉം, ഉം, ഉപയോഗശൂന്യമാക്കി കളഞ്ഞ ഒരു സംഭവം. ഭയങ്കര വേദന തോന്നിയ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു കക്കൂസും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പക്ഷെ അതേസമയം പിന്നെ കറണ്ട് ഇല്ലാത്ത ഒരു വീട്ടിൽ ജീവിച്ച് പിന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഒരു വിദ്യാർത്ഥി, അതുപോലെ കക്കൂസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നുണ്ടാവുക? വയറിളക്കം വരരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇതൊക്കെ ഭയങ്കര നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ മട്ടാഞ്ചേരിയിൽ ഉം, നിന്നും ആലപ്പുഴ എത്തിയ ദിവസമാണ് അവിടെ കക്കൂസില്ല എന്ന് ആ, അമ്മ അതെ. ആ ആ മനസ്സിലാക്കുന്നത്. ആ ഒരു ഒരു പെൺകുട്ടി ഒരു കല്യാണം ഒരു കഴിഞ്ഞ ആ, കുട്ടി. ഒരു ദിവസം ക്ഷമിച്ചിരുന്നു, അടുത്ത ദിവസം രാത്രി ഉടുത്ത് ഒരുങ്ങിയാണ് ഈ തീട്ടപ്പറമ്പിലേക്ക് അതെ, പോകാൻ പോകാൻ ആ, പോകുന്നത്. പോകാൻ അതെ, ഇരിക്കുമ്പോൾ പിന്നെ മമ്മാഞ്ഞി പറയുന്നുണ്ട്, അത് പാതിര കുർബാനയ്ക്കല്ല തീട്ടപ്പറമ്പിലേക്കാണ് നീ പോകുന്നത് എന്ന് അതെ, മമ്മാഞ്ഞി അതെ, ഉം, അതെ, അതെ. ഉം. അത് പറയുന്ന ഒരു മാത്രമല്ല, രംഗം അതെ, അതിനകത്ത് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു കെട്ടിടത്തില് ചേര കയറി പോകുന്ന കെട്ടിടമാണ്. പക്ഷെ അതിന്റെ അകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടും ഒരു മറയുടെ ഒരു ഉം. ആവശ്യമുള്ള ഒരു പെൺകുട്ടി അതിന്റെ അകത്തേക്ക് കയറി പോകുന്നതൊക്കെ ഭയങ്കര വേദനിപ്പിക്കുന്ന, നമ്മളുടെ മനസ്സിൽ മുറിവ് ആയി എപ്പോഴും അല്ല, അവശേഷിക്കുന്ന ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ പറയാമെങ്കിലും ചിത്രമാണ്. അത് ഒരു ജീവിതാവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. വീടിൻ്റെ അതെ, ഒരു ഐഡിയ തന്നെ തീട്ടപ്പറമ്പിനടുത്ത വീട് അതെ, എന്ന് അതെ എന്നാണ് എന്നുള്ളത്. എന്ന് അതിൽ പരാമർശമുണ്ട്. അല്ല പക്ഷെ ഈ ഉം. ആ പറമ്പ് പോലും പിന്നീട് കൈമോശം വന്നു പോകുന്നു അവർക്ക്. അതെ അത് അതെ അതെ വേറൊരാള് പർച്ചേസ് ചെയ്യുമ്പോൾ, സ്വന്തക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഒരു സൗകര്യം പോലും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ. അതൊരു ഉം, ഉം. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഫ്രാൻസിസ് നൊറോണയുടെ ഒരു പ്രായം എത്രയാണ് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാനിതൊരു 60കൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 60കളുടെ ആദ്യമുള്ള ഒരു കേരളം ആണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ ഇദ്ദേഹം ജനിച്ചത് തന്നെ 70കളിലാണ് തിരിച്ചത്. അപ്പോൾ അപ്പോഴും ആലപ്പുഴയിൽ ഇതാണ് അവസ്ഥ എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ എത്തിയിരുന്നില്ല. ഉം, ഉം, ഉം. അതെ അതെ. എനിക്ക് അമ്മയുടെ കാര്യം പറയുമ്പോഴേ, എനിക്ക് എൻ്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക പീഡകളും വ്യതകളും എത്രമാത്രം മുണ്ടംപറങ്കിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയം. കാര്യം വെച്ചാൽ അമ്മ അനുഭവിച്ചതിന്റെ ഒരു ചെറിയൊരു മഞ്ഞുമല പോലെ ഒരു ചെറിയൊരു മേളിലുള്ള ഒരു ഭാഗം മാത്രമേ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. കാര്യം എന്ന് വെച്ചാല്, ഉം, ഉം. നമ്മളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് ഒരു അപരിചിതമായ വീട്ടിലേക്ക് നമ്മൾ അയക്കുന്ന, എല്ലാ സൗകര്യങ്ങളുള്ള വീടാണെങ്കിൽ പോലും ആ ചെന്ന് കയറുന്ന പെൺകുട്ടിക്ക് എന്തോരം അസ്വസ്ഥതകളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പരിതാപം. എൻ്റെ അമ്മക്ക് കഷ്ടിച്ച് 19 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ അമ്മയെ കല്യാണം കഴിയും. അപ്പൊ ഒരു 18.5 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊച്ചി എന്ന് പറയുന്ന ഒരു ദേശത്ത് നിന്ന്, അന്ന് ആലപ്പുഴ എന്ന് പറയുന്നത് വളരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അവിടെ വന്ന് ഇതുപോലുള്ള പരിതാപകരമായ അവസ്ഥയില് ആ ഒരു പെൺകുട്ടി ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ, എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ അമ്മ. അപ്പൊ ആ അമ്മയുടെ വ്യതകളൊക്കെ എനിക്ക് കുറച്ചേ പറയാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു ഈ മുണ്ടംബർഗ് എഴുതിയപ്പോ എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു നഷ്ടം എന്ന് പറയുന്നത്, 2 നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് കഥകൾ ഞാൻ എഴുതേണ്ടിയിരുന്നത് ഇതിനകത്ത് ലയിച്ചു പോയി. എനിക്ക് അതൊന്നും കഥകളായിട്ട് എഴുതാൻ പറ്റില്ല. കഥകൾക്കുള്ള കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഥകളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയതായിരുന്നു ഈ 9 അധ്യായങ്ങളും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടായി പോയി. പുറത്താക്കി എന്നെ സമുദായം. കാര്യം എന്ന് വെച്ചാല്, പിന്നെ പറങ്കികൾ എന്ന് പറയുന്ന ആത്മാഭിമാനം ഉള്ളവരാ. അപ്പൊ അവര് എത്ര ദാരിദ്ര്യത്തിൽ ജീവിച്ചാലും അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന്, നിങ്ങൾ എറണാകുളത്ത് വന്ന് നോക്കൂ, കോട്ട് സൂട്ട് ഇട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നേരെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ പരിതാപകരമായ അവസ്ഥ കാണുന്നത്. അത്രയും അവരത് പൊതിഞ്ഞു പിടിച്ചിട്ട് അവരൊരു ആഹ്ലാദ ലക്ഷൂറിയസ് ലൈഫാണ് ഞങ്ങൾ നയിക്കുന്നതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ ഉള്ളിൽ ഇത്രയും ഒരു ദാരിദ്ര്യവും കഷ്ടപ്പാടും ക്ലേശവുമാണ്, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്ന് ഞാൻ തുറന്നെഴുതിയപ്പോൾ അത് എന്റെ സമുദായത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല.
അവര് എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നീ അത് എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു, നമ്മുടെ ഇതുപോലെ ഒരു പയ്യനുണ്ട്, രോഗിയാണ്, ഇപ്പൊ എഴുത്തുകാരനായി, നമുക്ക് അവന് വേണ്ടി കുറച്ച് ഫണ്ട് റേസ് ചെയ്ത് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് ക്യാമ്പയിൻ നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്ത് എന്നെ അപമാനിക്കരുത്. ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിലും പ്രയത്നത്തിലും ഞാൻ ഒരിക്കലും തോറ്റുപോകുമായിരിക്കും, പക്ഷെ ഞാനൊരു പോരാളിയാണ്. ഒരുപാട് പരിശ്രമിച്ചിട്ടേ ഞാൻ തോൽവി സമ്മതിക്കത്തുള്ളൂ എന്ന് ഒക്കെ അവരോട് എനിക്ക് പറയേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ സമുദായത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല, ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന്. അങ്ങനെ ഒരു അത് കുഴപ്പം അതെ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. അതുപോലെ ഓക്കെ. വെളുത്ത പറങ്കിയും കറുത്ത പറങ്കിയും ഒന്നിച്ചിരിക്കുന്നത് ചാരായ ഷാപ്പുകളിലാണ് എന്ന് ചിറ്റപ്പൻ്റെ അനുഭവം വെച്ച് പറയുന്നുണ്ട്. ഈ ചാരായ ഷാപ്പിലും പിന്നെ വെളുത്ത പറങ്കി വരുമ്പോൾ കോട്ടും സൂട്ടും ഇട്ടാണോ വരുന്നത്? ഞാനത് എന്റെ ഒരു വ്യക്തിപരമായ ഒരു ആലപ്പുഴ ആറാട്ടുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചാരായ ഷാപ്പ് ഉള്ളത്. അപ്പം ഉം. അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചാരായം അവിടെ ഇരുന്ന് കുടിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ അത് എഴുതി ചെയ്തിട്ടുള്ളത്. കാര്യം സാധാരണക്കാരുടെ ഇടയ്ക്കുള്ള മദ്യം വരുമ്പം ഇതിനെല്ലാം ഈ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഇടയിലുള്ള ഒരു സ്പർദ്ധയും വേർതിരിവും അത് മിക്ക സദസ്സുകളിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. മദ്യം അതിന്റെ വേർതിരിവുകളെ, അതിരുകളെ മായ്ച്ചു കളയുന്നതും തോന്നുന്നു. അല്ല അതുകൊണ്ടായിരിക്കും ഇപ്പൊ കേരളത്തിൽ ഇത്രയും കൂടുതൽ മദ്യം കുടിക്കുന്നത്. ലോകത്തെല്ലായിടത്തും മദ്യശാലകൾ തികച്ചും മതേതരമായ ഒരു സ്ഥാപനമാണ്. ഇവിടെ അതെ അതെ ഉച്ചനീചത്വമില്ലാത്ത അതെ സമത്വസുന്ദരമായിട്ടുള്ള അതെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ. മദ്യശാലകളാണ്. അതെ. അതെ ഇതൊരു ഡിസിപ്ലിൻ ആണല്ലേ, ക്യൂ നിന്ന് മദ്യം മേടിക്കുന്നതിലും അതെ അവരുടെ ഒത്തൊരുമയിലും എല്ലാം. അതെ അതെ അതെ. അതെ അതെ. എനിക്ക് ഇത് വായിച്ചപ്പോ ഒരു സംശയം തോന്നി. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലും നമ്മളെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, ആലപ്പുഴയിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഫോർട്ട് കൊച്ചിയില് ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസുമായിട്ട് ഇപ്പൊ എന്റെ കൂടെയൊക്കെ പഠിച്ചിട്ടുണ്ട് കുറെ പേര്. ഇപ്പൊ ജാക്വലിൻ ഡിസൂസ, ഐഡ, ഹെലൻ എന്നൊക്കെ പറഞ്ഞ് കുറെ പെൺകുട്ടികൾ എന്റെ കൂടെ സ്കൂളിൽ പഠിക്കാനുണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങള് അവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് അറിയാം. ചിലപ്പോഴൊക്കെ അവരുടെ പാരന്റ്സ് ഒക്കെ അവിടെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാനൊക്കെ വരും. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലേ ഇവരുടെ സാഹചര്യം? അതെങ്ങനെയാണ് ഇത് രണ്ട് പിന്നെ സാമ്പത്തിക ഭേദം വരുന്നത് എങ്ങനെയാണ്? ഹലോ, ഹലോ, ചോദ്യം കേട്ടിരുന്നു. ഹലോ. അതെ. ആ കേട്ടിരുന്നോ? ചോദ്യം കേട്ടിരുന്നോ? ചോദ്യം കേട്ടു, ഇടയ്ക്ക് വിട്ടുവിട്ടാ കേട്ടത്. കുഴപ്പമില്ല. പിന്നെ ഓക്കെ. ഫോർട്ട് കൊച്ചിയിലെയും പിന്നെ തങ്ക് ഓക്കെ, ഈ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലീസ് മിക്കവാറും അവരെല്ലാവരും ഒരു സ്ഥലത്ത് പിന്നെ ഒത്തൊരുമിച്ചാണ് മിക്കവാറും താമസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല് കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് ഈ ആംഗ്ലോ ഇന്ത്യൻസ് കൂടുതലുള്ളത്. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുന്നുമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ് ആംഗ്ലോ ഇന്ത്യൻസ് കൂടുതലുള്ളത്. പിന്നുള്ളത് ആലപ്പുഴ ഡച്ച് സ്ക്വയറിലും കോൺവെന്റ് സ്ക്വയറിലുമാണ്. പിന്നെ കൊച്ചിയിൽ വരുമ്പോ ഈ ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പൊ ഈ ഓരോ സമൂഹങ്ങളും അവര് വന്നു ചേർന്ന ഇടങ്ങളും അവര് താമസിച്ചിരിക്കുന്ന അവരുടെ താമസ സൗകര്യവും അവരുടെ ജോലി സാധ്യതകൾ, അതായത് ഈ ഫോർട്ട് കൊച്ചി ആകുമ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് മേഖലകളിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻസിന് ആ കാലത്തൊക്കെ ജോലി കൊടുക്കുമായിരുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന ഒരു തീരെ ഒരു ദാരിദ്ര്യം പിടിച്ച്, അവിടെ കമ്മ്യൂണിസത്തിന്റെ ഒരു കീഴിൽ വന്നിട്ട്, ഞാൻ എപ്പോഴും പറയും ഈ യൂറോപ്പിന്റെ രോഗി എന്ന് പറയുന്ന പോലെ ഈ കേരളത്തിന്റെ ഒരു രോഗിയായ ജില്ലയാണ് ഈ ആലപ്പുഴ. അത് ഈയിടെയാണ് അതിന് ഒരു ഇച്ചിരിയെങ്കിലും ഒരു പച്ച പിടിച്ച് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ ആയിരുന്നത് അതിന്റെ ഒരു ഇത്. അപ്പൊ അവിടെയുള്ള ആംഗ്ലോ ഇന്ത്യൻസിനും അതേപോലുള്ള ആ കയർ ഫാക്ടറി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, പിന്നെ അത് ക്ഷയിച്ച് ഈ തൊഴിലാളി സമരങ്ങളും എല്ലാം വന്ന് സകല ഫാക്ടറികളും പൂട്ടിപ്പോവുകയും അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളുടെ ആലപ്പുഴ ദേശവും ആലപ്പുഴ ആംഗ്ലോ ഇന്ത്യൻ ജീവിതവും കടന്നുപോയത്. അതുപോലെ ഒരു സാഹചര്യം ആയിരുന്നില്ല ഫോർട്ട് കൊച്ചിയിൽ നിരവധി തൊഴിലവസരങ്ങളും ഒരുപാട് സാധ്യതകളും. അപ്പൊ ആ ഒരു ലൈഫ് അങ്ങനെയാണ്. ഈ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന ഈ ഞാനിപ്പോ താമസിക്കുന്ന മൂലമ്പള്ളിയില് 96% ആംഗ്ലോ ഇന്ത്യൻസാ. ഇവിടെ വേറൊരു രീതിയിലുള്ള ഒരു ലൈഫാണ്. അപ്പം
അങ്ങനെ അങ്ങനെ ഒരു പല പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോ ഫോർട്ട് കോൺസെൻട്രേറ്റ് കൊച്ചി ചെയ്ത് ആലപ്പുഴ എഴുതിയോണ്ടാണ് അതെ പറയുന്നത്. പറഞ്ഞത്. ഫോർട്ട് കൊച്ചിയില് അവരുടെ വസ്ത്രധാരണ രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ഇല്ലായ്മയുണ്ടെങ്കിലും അവര് വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ. സ്ത്രീകളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വളരെ മിടുക്കുള്ള സ്ത്രീകളാണ്. കാരണം പിന്നെ മിക്കവാറും എനിക്ക് പരിചയമുള്ള 2-3 പേരുടെ വീട്ടില് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാര് കുറച്ചൊക്കെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ ഈ സ്ത്രീകൾ തന്നെ വേണം ഇവരെ നയിക്കാനായിട്ട്. അപ്പൊ അവര് ജോലി ചെയ്ത് അവര് സമ്പാദിച്ച അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സ്കൂളിൽ നല്ല സ്കൂളുകളിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. എങ്കിലും ഒന്നും ആരെയും അറിയിക്കാതെ നടക്കുന്ന 1-2 പേരെ എനിക്ക് അടുത്തറിയാം. അവര് പറയും ഭർത്താവൊക്കെ മദ്യപാനികളാണ്, ഒന്നും ചെയ്യില്ല, ഒരു ജോലിയും ചെയ്യില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവരുടെ നിന്ന് കാശ് വാങ്ങിച്ച് ബാഗിൽ നിന്നൊക്കെ പൈസ എടുത്ത് കുടിക്കാൻ പോവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ എലൈനും ചർച്ചയിൽ പങ്കെടുക്കാം കേട്ടോ. ഡോക്ടർ എലൈൻ മൈക്ക് ഓഫാണ്. മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട് ആ എല്ലാം. ഇടയ്ക്ക് സംസാരിക്കൂ, ഞങ്ങൾ മാത്രം സംസാരിക്കണ്ട. അതെ, ആഴത്തിൽ പഠിച്ച ആളല്ലേ. അല്ല, എനിക്കിപ്പം ഇതിൽ വായിക്കുമ്പം ഏറെക്കുറെ ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് നിന്നാണ്, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആണ്. പക്ഷെ എനിക്കിതിനകത്ത് എൻ്റെ അമ്മച്ചി, അതായത് പപ്പയുടെ അമ്മച്ചി, അതുപോലെ എൻ്റെ അമ്മയുടെ അമ്മച്ചി, ഇവരുടെയൊക്കെ കാലഘട്ടം, കാര്യം അവർ 14-13 വയസ്സിൽ കല്യാണം കഴിച്ച ആ കാലഘട്ടം, എൻ്റെ ചെറുപ്പം, എൻ്റെ അപ്പൻ്റെ ചെറുപ്പകാലം, അമ്മയുടെ ചെറുപ്പകാലം, ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കിതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെ എഴുതി എന്നൊരു ചോദ്യം ഫ്രാൻസിസ് സാറിനോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും എഴുതുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതി എന്നൊരു ആശ്ചര്യം തോന്നിയേക്കാം. പക്ഷേ സാറിനെ സംബന്ധിച്ചത് ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എഴുതിയ ഒരു പുസ്തകം എന്ന് പറയുമ്പം അത് ഊഹിക്കാം, ജസ്റ്റ് ഓർക്കുക, എഴുതുക, അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. കാര്യം ജീവിതമാണല്ലോ. അപ്പോൾ അത് അത്രയും ഞാൻ സാറിന്റെ വേറൊരു പുസ്തകം വായിച്ചുള്ളൂ, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. മഞ്ഞ പുസ്തകം എന്നോ അങ്ങനെ എന്തോ ഒരു പുസ്തകമാണ്. ഞാൻ ഓഡിയോ ബുക്കാണ് കേട്ടത്. ഈ പുസ്തകം ഞാൻ ഓഡിയോ ബുക്ക് കേട്ടിട്ട് പിന്നെ ഞാൻ ഇത് വാങ്ങുകയാണ് ചെയ്തത്. കാര്യം എനിക്ക് ഇത് വാങ്ങാതിരിക്കാൻ നിർവാഹമില്ല എന്ന് വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അത്രയും എന്താ പറയാ, ഹൃദയസ്പർശി എന്നുള്ള വാക്കൊക്കെ അല്ല ഇതിന് വേണ്ടുന്നത്. കാര്യം ഇത് ഹെവിലി ലോഡഡ് ആണ്. 136 പേജേ ഉള്ളൂ ഇതെങ്കിലും. അത് എനിക്ക് തോന്നുന്നു സാർ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം മമ്മാഞ്ഞി തന്നെ ഒരു കഥാപാത്രമായിട്ട് സാറിന് അസാധ്യമായ ഒരു നോവൽ എഴുതാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെ വെച്ച് വേണമെങ്കിലും സാറിന് എഴുതാൻ പറ്റും. കാര്യം അല്ലെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇനി അത് കഥകൾക്കുള്ള സാധ്യതയില്ല എന്ന് പറയുന്ന അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അപ്പോഴും കാമ്പുള്ള വായനയ്ക്ക് എപ്പോഴും ആളുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇരുത്തം വന്ന വായനക്കാർക്ക് ഇനിയും ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അവർക്ക് വേണ്ടുന്നത്. അത് കാലമാണ് പറയുന്നത് ഈ പുസ്തകം എത്രത്തോളം വായിക്കപ്പെടുന്നു. ഇപ്പൊ മുണ്ടൻ പറങ്കി ഇനിയും വായിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. കാര്യം ഞാൻ ഇനിയിപ്പോ ഇതിപ്പോ വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് അടുത്ത ആൾക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്ന കോപ്പി കൊടുക്കണം എന്നാണ് ഓർമ്മ വന്നത്. അതുപോലെ ഒരു കേരളത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം കൂടി ഇതിൽ പരാമർശ വിഷയമാകുന്നുണ്ട്. ഈ പുരമേയുന്ന സമയത്ത് ഈ പഴയ ഓലകൾ, അട്ടയൊക്കെ കയറിയ ഓലകളൊക്കെ കത്തിക്കുമ്പോൾ ഇത് കണ്ടിട്ട് പുരമേയുന്നയാൾ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇതുപോലെയാണ് ഞങ്ങളുടെ സഖാക്കളെ CP-യുടെ പട്ടാളം ചുട്ടുകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ? അതേപോലെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ ലന്തപ്പോർക്ക് എന്ന അധ്യായത്തിൽ താങ്കൾ എനിക്ക് നോവൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി തീരദേശത്തിൻ്റെ ഭാഷ തന്നെ വീട്ടിൽ സംസാരിച്ചു എന്ന് പറയുകയുണ്ടേ. അപ്പം സംശയം ഇതാണ്, അന്ന് ഈ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിലാണല്ലോ നിങ്ങൾ ജീവിച്ച് വളർന്ന ഒരു ജീവിത പരിസരം എന്ന് പറയുന്നത്. അപ്പം അവിടെ സംസാരിക്കുന്ന തീരദേശ ഭാഷയും നിങ്ങൾ കറുത്ത ആംഗ്ലോ ഇന്ത്യൻ സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ മൗലികമായ വ്യത്യാസം ഉണ്ടായിരുന്നോ?
ഈ സ്ലാങ്ങിന്റെ കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാര്യം ഞാൻ അശരണയുടെ സുവിശേഷം എന്ന് പറയുന്ന നോവല് പുറക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശ ഗ്രാമങ്ങളെ പശ്ചാത്തലമാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഒരു സ്ലാങ്, ഒരു തീരദേശ സ്ലാങ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തീരദേശ ഗ്രാമങ്ങളിൽ പോയി താമസിക്കുകയും അവിടുത്തെ കാര്യങ്ങളെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആലപ്പുഴയിലെ ഒരു തീരദേശ ഗ്രാമമാണ് തുമ്പോളി. ആ തുമ്പോളി ഗ്രാമത്തിൽ പറയുന്ന സ്ലാങ് ആയിരിക്കുകയല്ല തൊട്ടടുത്ത സ്ഥലമാകുമ്പോൾ മാരാരിക്കുളം പറയുന്നത്, അല്ലെങ്കിൽ ചെത്തി എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിൽ പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മൾ കൊച്ചി ഭാഗത്തേക്ക് പോകുമ്പോൾ ചെല്ലാനം, പള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ സ്ലാങ് പിന്നെയും മാറും. പുറക്കാട് വരുമ്പോൾ വേറൊരു സ്ലാങ്ങാ വരുന്നത്, കൊടുങ്ങല്ലൂർ പോകുമ്പോൾ വേറെ സ്ലാങ്ങാ വരുന്നത്. അപ്പൊ ഈ തീരഗ്രാമങ്ങളിലെ സ്ലാങ്ങിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഈ ലത്തീൻ കത്തോലിക്കരുമായിട്ട് ആംഗ്ലോ ഇന്ത്യൻസ് അധികം മിങ്കിൾ ചെയ്യാറില്ല. കാര്യം ആംഗ്ലോ ഇന്ത്യൻസിന് സ്വന്തമായിട്ട് പള്ളികൾ കുറവാണ്. അപ്പം സ്വന്തം പള്ളിയിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആംഗ്ലോ ഇന്ത്യൻസ് ലത്തീൻ പള്ളിയിൽ പോകുന്നത്. ഇപ്പം ആംഗ്ലോ ഇന്ത്യൻസിന് പള്ളികൾ കുറവാ, വളരെ കുറവാ. എറണാകുളത്ത് ഹൈക്കോടതിന്റെ അടുത്താണ് ഞങ്ങളുടെ ഒരു പള്ളിയുള്ളത്. അപ്പൊ അങ്ങനെ വിരളമായ പള്ളികളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലത്തീൻ പള്ളിയിൽ പോകുന്നത്. ലത്തീൻകാരുടെ ഒരു കൾച്ചറും സംസ്കാരം ആയിട്ട് യാതൊരു ബന്ധമില്ല ആംഗ്ലോ ഇന്ത്യൻസിന്. ആംഗ്ലോ ഇന്ത്യൻസിന്റെ വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ്. അത് അവരിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സാരി വിരിപ്പാവൊന്നുമില്ല. ആകെപ്പാടെ ഈ ഫോറിനേഴ്സ് ചെയ്യുന്ന പോലെ റിംഗ് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഈ ഗൗണും സൂട്ടും അണിയും. പിന്നെ ഈ കല്യാണം കഴിയാൻ നേരത്തെ ഈ മൂടുപടം മാറ്റി ചെക്കൻ പരസ്പരം ചുംബിക്കും, ഈ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യും, അതോടുകൂടി ചടങ്ങ് തീരും. സിന്ദൂരം തൊടല്, അങ്ങനെയുള്ള താലി കെട്ടല്, അങ്ങനെയുള്ള ചടങ്ങുകൾ. ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചർ. പിന്നെ ശനിയാഴ്ചയാണ് ഞായറാഴ്ചയെക്കാട്ട് കൂടുതൽ ഒരു ഈവനിങ്ങിൽ സെലിബ്രേഷൻ ഞങ്ങൾ തുടങ്ങുന്നത്. ശനിയാഴ്ച തന്നെ പിന്നെ ഈ മത്സ്യമാംസാദികളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് പാട്ടും പാടി ഇതൊക്കെ വെച്ച് ഉപ്പിൽ വെന്ത ഇറച്ചിയെ കുറിച്ചൊക്കെ ഞാനത് പറയും. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇന്നൊരു അതെ അതെ, ഇന്നും അത് അങ്ങനെ തന്നെ തുടരുന്നത്. അതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. നമ്മളുടെ വീടുകളിൽ ആ ഒരു കൾച്ചറും കാര്യങ്ങളും എപ്പോഴാണ് എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു ഗിറ്റാറുണ്ട്. അങ്ങനെ എല്ലാ വീട്ടിലും ഒരു ഇൻസ്ട്രുമെന്റ് കാണും. ആ രീതിയിൽ പോകുന്നു. ആണുങ്ങളെക്കാട്ടിൽ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ ഗ്രഹഭരണം ഇപ്പോഴും. ഓക്കെ. അതേപോലെ ഈ പിന്നെ കാലക്രമത്തിൽ എല്ലാ സമൂഹങ്ങളിലും വംശസങ്കലനം ഉണ്ടാകുമല്ലോ. അതായത് ഈ പരിസരത്തിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിലുള്ള മതവിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ തന്നെ ബാക്കി വിഭാഗങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ, അങ്ങനെ ഒരു സങ്കലനം ഇത് ഈ സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? കഴിവതും ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ ആ ഒരു രീതികളൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം വളരെ പ്രകടമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾ ഈ നമ്മുടെ രാജ്യം വിട്ട് മറ്റ് ദേശങ്ങളിൽ പോയി പഠിക്കുകയും അവിടെ ജോലി ചെയ്യുന്ന ആയിട്ടുള്ള ധാരാളം കുട്ടികൾ അങ്ങനെ പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പൊ നമ്മളിപ്പം പണ്ടാണെങ്കിൽ പിന്നെ എറണാകുളത്ത് വന്നാൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ നമുക്ക് തിരിച്ചറിയായിരുന്നു. ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ എല്ലാവരുടെയും വേഷവിധാനങ്ങൾ ഒരുപോലെ തന്നെയാണ്. അത് ഈ ലോകം ഒരു ആഗോള ഇതിൽ വന്നിട്ട് ലോകത്തിലുള്ള ലോകം മൊത്തം ഒരു മേൽക്കൂരയുടെ കീഴിൽ വന്നതുപോലെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ അർത്തിങ്കിൽ നിന്ന് ഞങ്ങളുടെ തീരദേശ ഗ്രാമത്തിൽ നിന്ന് ഒരു ജെൻസിപ്പെട്ട ഒരു കുട്ടി വന്നാല് നമുക്ക് അവളെ തിരിച്ചറിയാൻ പറ്റത്തില്ല എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ. പണ്ട് അങ്ങനെയല്ല. ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ വേഷവിധാനങ്ങളിലും അവരുടെ സംസാര രീതിയിലുണ്ട്, അവരുടെ ഡ്രസ് കോഡിലും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ഒരേ രീതിയിലാണ്. ഇപ്പൊ എറണാകുളത്ത് വന്നിട്ട് ഈ കുട്ടികളുടെ വേഷവിധാനം കണ്ടിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മുസ്ലിംസിന്റെ പർദ്ദയും ഇതൊക്കെ ധരിക്കുന്നുണ്ട്, അവര് അങ്ങനെയുള്ളതാണെന്ന് അറിയാൻ പറ്റും. ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവരുടെ ഡ്രസ് കോഡ് വെച്ച് അവരുടെ ജാതിയോ മതമോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളതിന്റെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ എന്ന് തന്നെ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ആണല്ലോ. പല പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആ ഒരു ഈ രീതിയിലേക്ക് ഈ കേരളത്തിലെ തലമുറയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ആളുകള് മ്യൂസിക് ഇഷ്ടപ്പെടുന്നു, അവര് പാട്ട് പാടുന്നു, പുതിയ പുതിയ വേഷവിധാനങ്ങൾ അവര് ധരിക്കുന്നു. സന്തോഷകരമായിട്ട് ജീവിതം ടെൻഷൻ ഇല്ലാതെ നയിക്കുക എന്നുള്ള ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗം പുതിയ ന്യൂജൻ പിള്ളേരിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല.
എൻ്റെ ചോദ്യത്തിന് കൊല്ലത്ത് അല്ല ഇതുപോലെ അല്ല ആ, ഒറ്റ മിനിറ്റ്. എൻ്റെ ചോദ്യത്തിന് ഭാഗികമായി മാത്രമേ ഉത്തരം കിട്ടിയുള്ളൂ. ഞാൻ ചോദിച്ചത് മുഖ്യമായിട്ടും ഈ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ, താങ്കൾ പറയുന്ന മുണ്ടൻ പറങ്കി എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള ഇന്റർ മാരേജ് ഒന്ന്, ബാക്കി ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടുള്ള മാരേജ്, ബാക്കി മതസമൂഹങ്ങളുമായിട്ടുള്ള മാരേജ്, അങ്ങനെ ഒരു സങ്കലനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെ, ഇതിനൊരു ഡിഫിക്കൽട്ട് എനിക്കുണ്ട്. ഉത്തരം പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത്, കഴിഞ്ഞ 6 വർഷമായിട്ട് മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിൽ നിന്നും ഞാൻ ഡിറ്റാച്ച്ഡാ. ഞാൻ 6 വർഷമായി പള്ളിയിൽ പോയിട്ട്, പള്ളിയിൽ ഏതെങ്കിലും ഒരു ചടങ്ങിന് പോയിട്ട്. ഇപ്പൊ ഒരു മരിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവർ മരിച്ചാൽ ആ പള്ളിയുടെ കോമ്പൗണ്ട് വരെ ഞാൻ പോകാറുള്ളൂ. പള്ളിക്കകത്ത് ചടങ്ങില്ല, ശവസംസ്കാര ചടങ്ങില് ഞാൻ പോകാറില്ല. എന്റെ മദറിലും മരിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ടൊരു വെറുപ്പായിപ്പോയി ഈ ഒരു സ്ഥാപനങ്ങളോട്. നമ്മൾ ഈശോയെ ഇഷ്ടമാണ്, പിന്നെ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ച അതിനൊരു കർമ്മമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മതപരമായ എല്ലാ ചടങ്ങുകളോടും പൗരോഹിത്യത്തോടും എല്ലാത്തിനോടും ഒരു വല്ലാത്തൊരു അകൽച്ചയും ഒരു നിസ്സംഗതയും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അത് കാരണം മാത്രമല്ല, ഇതുപോലുള്ള എഴുത്തുകൾ വന്നപ്പോൾ, കഥകളി പോലുള്ള നാടകം, കന്യാസ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നതുകൊണ്ട് എന്റെ ബന്ധുക്കള് ആരും കല്യാണത്തിന് വിളിക്കാറില്ല, അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും വിളിക്കാറില്ല. അത് കാരണം ഒരു ഒറ്റപ്പെട്ട ജീവിതമായിപ്പോയി. അപ്പൊ ഇപ്പൊ ഈ സമൂഹത്തിൽ ഒരു 6-7 വർഷമായിട്ട് എന്റെ സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിലുള്ള ചടങ്ങുകൾ, പ്രാർത്ഥനകൾ മാറിയിട്ടുണ്ട്, കുർബാനകൾ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം എന്നെ ബാധിക്കാറില്ല. കാര്യം ഞാൻ എന്നോട് പിന്നെ എന്റെ ജീവിത പങ്കാളികൾ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ മരിക്കുമ്പം എന്റെ ശവം ഏതെങ്കിലും പൊതു ശ്മശാനത്തിൽ കൊണ്ട് കത്തിക്കണം, എന്നിട്ട് അതിന്റെ ആഷസ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോഴങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നെ ഒരു മതപരമായ ചടങ്ങുകൾക്ക് കൊണ്ടുപോകരുത് മരിച്ചാൽ പോലും. അപ്പൊ അത്രയും ഒരു അകൽച്ച ഉണ്ടായത് കൊണ്ട് ഈ ഒരു സാർ ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനായിട്ട് വന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഈ എല്ലാവരും ഇപ്പൊ ഒരു നമ്മൾ ടോട്ടാലിറ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ദരിദ്രര്, സമ്പന്നര്, മിഡിൽ ക്ലാസ് പീപ്പിൾ എന്നുള്ളതൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് വേർതിരിവുകൾ മാറിപ്പോയിട്ടില്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന്. നമ്മളെല്ലാവരും ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എത്ര ലക്ഷറീസ് ഹോട്ടലിൽ എല്ലാവരും കയറുന്നില്ലേ? പണ്ട് അങ്ങനെയല്ലല്ലോ. പാവപ്പെട്ടവന്റെ ഒരു കട, പണക്കാർക്ക് ഒരു കട, അങ്ങനെയുള്ള വേർതിരിവുകൾ മാറിപ്പോയിട്ടുണ്ട്. കാര്യം ഈ പുതിയ തലമുറ അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അവരോട് എനിക്കൊരു അഭിമാനവും അവരുടെ ഒരു രീതിയോട് ഒരു സന്തോഷമാണ്. കാര്യം അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള വേർതിരിവുകളും തോട്ട്സും ഒന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പഠിക്കുക, പൈസ ഉണ്ടാക്കുക, ജീവിതം ആനന്ദിക്കുക, അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊരു തോട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഈ ആലപ്പുഴയിലുള്ള ഇപ്പോ പറങ്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകള് കൊല്ലത്ത് പിന്നെ മത്സ്യബന്ധനം നടത്തുന്ന ആ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കുണ്ട്. അത് ഇപ്പൊ റോഡ്രിഗസ്, ജെർട്രൂഡ്, മിറാണ്ട എന്നൊക്കെ പറയുന്ന കുറെ പേരുകൾ അവിടെയുണ്ട്. അവരും ലാറ്റിൻ കത്തോലിക്ക വിഭാഗമാണോ അതോ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഈ സർനെയിം ഉള്ളതെല്ലാം ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. കാര്യം എന്ന് വെച്ചാല്, ഈ ഒരു സർനെയിം എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഉദാഹരണത്തിന് നെറോണ എന്ന് പറയുന്നത് പോർച്ചുഗലിൽ നിന്നും വന്നിട്ടുള്ളതാണ്. പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഇവിടുത്തെ ഇന്ത്യയിലുള്ള ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അതിലുണ്ടായ സങ്കര ഇനം ആൾക്കാരാണ്. അവർക്കാണ് ഈ നെറോണ എന്നുള്ള പേര്. കാര്യം പോർച്ചുഗീസിലുള്ള ഒരു റോയൽ ഫാമിലിയുടെ നെയിമാണ് ഈ നെറോണ. അതുപോലെ തന്നെ റോഡ്രിഗ്സ്, ഗോൺസാൾവാസ് എന്ന് പറയുന്നതിന്റെ ഒക്കെ റൂട്ട് തേടി പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു റോയൽ ഫാമിലിയുടെ ഫാമിലി നെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ വന്ന് മിങ്കിളായിട്ടുള്ളതാണ് ഈ പല പല സർനെയിങ്ങൾ വരുന്നത്. ഈ സർനെയിം ഉള്ളവരെല്ലാം ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ഇനിയിപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം സർനെയിം പേരല്ലേ, ചിലപ്പം അവര് അങ്ങനെ ഇടുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഡിക്കൂഞ്ഞ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകൾ അവിടെ, റൂസ്വെൽറ്റ്, ജെർട്രൂഡ്, അതൊക്കെ സാധാരണ ഇപ്പൊ ഒരു മലയാളി പേരുകളിൽ പെട്ടതല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് അവിടെ ഉണ്ട്, കൊല്ലം ബേസ്ഡ് ആയിട്ട്. ഉണ്ട്. ഇപ്പൊ എന്റെ ഫാമിലി തന്നെ ഡിസൂസ ഉണ്ട്, മിറാൻഡ ഉണ്ട്, അമ്മ ഗോൺസാൾവാസ് ആണ്, പിന്നെ സോസയുണ്ട്, പിന്നെ വൈഫ് ദൗരവ്, വിവേരയുണ്ട്. അങ്ങനെ ഒരുപാട് സർനെയിം ഉണ്ട്. അത് എനിക്ക് എന്റെ ഒരു പരിമിതമായ അറിവില് ഈ ഫാമിലിയിൽ, അതായത് വിദേശത്തുള്ള ഒരു ഫാമിലിയുടെ നെയിമാണത്.
അത് അവരിവിടെ വന്നു കഴിഞ്ഞ് അവര് മിങ്കിളായപ്പോ ആ ഒരു തലമുറയ്ക്ക് ആ പേര് വന്നു പോയിട്ടുള്ളതാണ്. ഇപ്പൊ ഫ്രാൻസിസ് നൊറോണ എന്നുള്ള എന്റെ എല്ലാവരും പേരെങ്കിലും സംസാരിച്ച് ഈ ഫ്രാൻസിസ് എന്നുള്ളത് ഇപ്പൊ തമസ്കരിച്ചു പോയിട്ടുണ്ട്. എന്നെ എല്ലാരും ഇപ്പൊ നൊറോണ എന്നാ വിളിക്കുന്നത്. നൊറോണ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സമൂഹത്തിന്റെ പേരാണ്. അതൊരു പക്ഷെ അത് എന്റെ ഒരു സ്വകാര്യ, ഞാനത് ഒരവസരത്തിൽ ഞാനൊരു വെറുക്കപ്പെട്ട പേരാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല. കാലമാണല്ലോ എല്ലാത്തിനും ഒരു ഉത്തരം നൽകുന്നത്. അതെ അതെ ഇപ്പൊ എനിക്ക് നൊറോണ എന്ന് പറഞ്ഞാൽ അത് അത് ആ ഫ്രാൻസിസ് നൊറോണ എന്ന് ആൾക്കാർക്ക് അറിയാം. അതെ 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 അത് എഴുത്തിലൂടെ കിട്ടിയ ഒരു പേരാണ് ശരിയായിട്ടും അല്ലേ? അതെ 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 അതെ. ഡോക്ടർ എല്ലാവരും ഒരു ഇത് ചോദ്യം എന്ന് വെച്ചാൽ സാറിന്റെ ഓർമ്മക്കുറിപ്പില് വളരെ അത് എലൈൻ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വെച്ച് സംസാരിക്കൂ, ശബ്ദം വയ്ക്കാം. ഹലോ ആ കേൾക്കാം. സാറിന്റെ ഈ ആ, ഓർമ്മക്കുറിപ്പില് വളരെ കുറച്ച് മാത്രം പ്രതിപാദിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാറിന്റെ സഹോദരി. അതെന്തുകൊണ്ട് അധികം വിവരിക്കാതിരുന്നത്? ആ ഒരു ബാല്യം അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്, കുറച്ച് പാറ്റകളെ പിടിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി ജനിച്ചതിന് ശേഷമാണ് വീട്ടിൽ സന്തോഷം ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സാറിന്റെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴും ഇത് സൈലന്റ് ആയി പോയ പോലെ എനിക്ക് തോന്നി. അതെ. ആ ഒരു ഞാൻ നമ്മളുടെ ഒരു ലൈഫ് പറയുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു വേദന ഉണ്ടാവരുത്. അത് നമ്മൾ റിവീൽ ചെയ്യുവാണല്ലോ. റിവീൽ ചെയ്യുമ്പോൾ അവർക്കൊരു സ്വകാര്യമായിട്ടൊരു വേദന ഉണ്ടാവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റത്തുള്ളത്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയതിനെക്കാട്ടി കൊടിയ വേദനകളും പിന്നെ എനിക്ക് അനുഭവിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ഒരുപാട് ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ റിവീൽ ചെയ്ത് വരുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഒരുപാട് വിഷമിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞാൻ കുറേയധികം ഒഴിവാക്കിയിട്ടുണ്ട്. അത് കാരണം എന്റെ ഒരു സഹോദരിയുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മരണത്തോടുകൂടി അതെനിക്ക് ഞാൻ ആരോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേയധികം വിഷമതകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ പെങ്ങളുടെ കാര്യം മാത്രമല്ല, അമ്മയുടെ കാര്യമാണെങ്കിലും അപ്പന്റെ കാര്യമാണെങ്കിലും പറയാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി ഞാൻ അനുഭവിച്ച കാര്യമാണെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ആത്മകഥ എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാര്യം അത് എഴുതിയാൽ ഒരുപാട് പേരെ അത് മനോവിഷമത്തിനിടയാക്കും. ഒരാളെ സങ്കടപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ പെങ്ങൾ എന്ന് പറയുന്നത് 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഞാനും അവളും തമ്മിലുള്ള. അപ്പൊ അവൾ എന്നെ ഇച്ഛായിച്ചാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടന്ന കാലമൊക്കെ ഉണ്ട്. അങ്ങനെ അവളുടെ പഠനവും അവളെ വിവാഹം കഴിച്ചിട്ടുള്ളതും അവളുടെ കുട്ടിയുടെ മാമോദീസ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവളുടെ ഭർത്താവ് ഖത്തറിലെ ഓയിൽ റിഗിലാണ് വർക്ക് ചെയ്യുന്നത്. ഖത്തർ ഗവൺമെന്റിന്റെ എംപ്ലോയി. അവര് ഭയങ്കര റിച്ച്. അവര് എറണാകുളത്താ താമസിക്കുന്നത്. അപ്പം അത്തരം രീതിയിൽ അവൾക്ക് അങ്ങനെ അവൾ എഴുതുമായിരുന്നു, കഥകളൊക്കെ എഴുതുമായിരുന്നു. പിന്നെ അവള് പിന്നെ TTC പാസ്സായതാണ്, ടീച്ചറായിരുന്നു. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ഒരു മകളുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പം വിവാഹം കഴിച്ചു വിട്ട ഒരു പെൺകുട്ടിയല്ലേ. അപ്പൊ നമ്മള് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അവളെ കുറിച്ചുള്ള പറയാവുന്നത്, എന്റെ ആ ബാല്യമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവളുടെ ലൈഫ് അവള് പറയട്ടെ എന്നുള്ള ഒരു ചിന്ത, അത്രേ ഉള്ളൂ. സാറിന്റെ അതിലൊരു പേരൻസ് ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ അതെ സാറിന്റെ പേരൻസിനെ കുറിച്ചിട്ടും അതുപോലെ പിന്നീട് അങ്ങോട്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവരിപ്പം സാറിന്റെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ചോദ്യം. അപ്പനും അമ്മയും ഉണ്ട്. പിന്നെ അപ്പൻ 80 വയസ്സായി, അപ്പനെക്കാട്ടി 2 വയസ്സിനുള്ള 78 വയസ്സുണ്ടാവും. രണ്ടുപേരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. അപ്പനൊരു സൈക്കിൾ ഉണ്ട് ഇപ്പോഴും. ഞാനന്ന് ചവിട്ടി നടന്ന കാലത്തുള്ള സൈക്കിള്, ഇപ്പൊ പുതിയൊരു സൈക്കിൾ ഞാൻ ഈ ഒരു 2-3 വർഷം മുമ്പ് മേടിച്ചു കൊടുത്തു. അപ്പൻ ആ സൈക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് എറണാകുളം സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൽ ജോലി കിട്ടിയപ്പോൾ, ഡെപ്യൂട്ടേഷൻ കിട്ടിയപ്പോൾ ഞാൻ പോകുന്നു. അതിനെ തുടർന്ന് തന്നെ എന്റെ വൈഫിന് പിന്നെ PSC വഴി എറണാകുളത്ത് ജോലി കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എറണാകുളത്ത് ജോലിയായപ്പം ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു വാടക വീട് എടുത്ത്, പിന്നെ മകള് കോട്ടയത്ത് LLBയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ജോലി
ഈയിടെ ഇതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പൊ അവിടെ ആലപ്പുഴയിൽ എനിക്കൊരു അന്ന് 4 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്. 3 ബെഡ്റൂം ഉള്ളത്. അപ്പൊ അപ്പനും അമ്മയും അവിടെ കഴിയുന്നു. ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ അവിടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. മാസം അവർക്ക് പൈസ മതി എന്ന് പറഞ്ഞു. സാധനങ്ങളൊന്നും വാങ്ങിച്ച് അങ്ങനെ വേണ്ട, പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആവശ്യമുള്ള പൈസ ഞാൻ കൊടുക്കും. അവരവിടെ സന്തോഷത്തോടെ കഴിയുന്നു, ഈ സ്വാതന്ത്ര്യമായിട്ട് കഴിയുന്നു. മുണ്ടൻപറങ്ങി അവര് വായിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവര് അതാണ് പ്രത്യേകിച്ച് മമ്മാനി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അമ്മയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ. ആ അത് ആ അത് പുള്ളിക്കാരി കേട്ടിട്ട് എന്തെങ്കിലും പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഈ മറ്റുള്ള ബന്ധുക്കൾ പറയുന്ന പോലെ എന്റെ അപ്പനും അമ്മയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് റിയൽ ആണെന്ന് അവർക്ക് അറിയാം. ഞാൻ എന്റെ മുണ്ടംബർഗിയുടെ മാനുസ്ക്രിപ്റ്റ് അവർക്ക് അമ്മയ്ക്ക് വായിക്കാൻ കൊടുത്തിട്ടുള്ളതാണ്, അപ്പനും വായിച്ചിട്ടുള്ളതാണ്. ആ, അപ്പം അത് അവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. നടന്ന കാര്യങ്ങളല്ലേ മോനെ, നീ അത് വെള്ളം ചേർക്കാതെ എഴുതിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് പബ്ലിഷ് ചെയ്തു എന്ന് അമ്മ ഒരു പെർമിഷൻ, അങ്ങനെ അമ്മയുടെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ആ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. പിന്നെ അവരവിടെ സന്തോഷമായിട്ട് ഇപ്പോഴും കഴിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ആലപ്പുഴയിൽ പോയിരുന്നു. അപ്പം അവിടെ ചെന്നാല് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഞാൻ ഈ പോരും. എനിക്കെന്തോ ആലപ്പുഴ അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തായാലും ഞാൻ ഇപ്പൊ അപ്പനും അമ്മയ്ക്ക് പ്രായമായി വരുമല്ലേ, അപ്പൊ അവർക്ക് ഒരു മകളുടെ ഒരു കോട്ടയത്തെ പഠനം കഴിയുമ്പോൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാൻ. അപ്പൊ ഞാൻ വിചാരിച്ച്, ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിൽ കുറച്ച് ഡോക്ടേഴ്സും, അങ്ങനെ ആലപ്പുഴയിൽ ഒരു ഡോക്ടർ രാംലാൽ എന്ന് പറയുന്ന ഡോക്ടർ എന്റെ സുഹൃത്താണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവര് എന്നോട് പറഞ്ഞത് അവരവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയുവാണ്. അപ്പനും അമ്മയെ സാർ ഇടയ്ക്ക് ആ വീട്ടിൽ ചെല്ലും, അപ്പനും അമ്മയായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നീ ഒരു വീട് സ്ഥലം അതിന്റെ നിയറസ്റ്റ് ആയിട്ട് മേടിക്കുക, എന്നിട്ട് നീ അവിടെ കഴിയുന്നത്. ഞാൻ അവിടെ അങ്ങനെ ഒരു ഒരു കുറച്ച് സ്ഥലം മേടിച്ചപ്പോ ഞാൻ അവിടെ ഒരു വീട് വെക്കുന്നു. എന്റെ അപ്പനമ്മയെ എനിക്ക് ഒരു 300 മീറ്റർ അകലേ ഉള്ളു കാണാനായിട്ട്. അപ്പൊ അവരെ എനിക്ക് പോയി അന്വേഷിക്കാം. അങ്ങനെയുണ്ട് അവർക്കൊരു സന്തോഷം അതാണ്. അപ്പനും അമ്മയ്ക്കും അങ്ങനെ അവരുടെ ഒരു ജീവിതത്തിൽ കിട്ടാതെ പോയ കുറെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവരനുഭവിച്ച ഒരുപാട് ദാരിദ്ര്യങ്ങളുണ്ട്. അപ്പം അതിന് അവർക്ക് ഒരു ആനന്ദകരമായ ഒരു ജീവിതം, അവരുടെ ഒരു രണ്ടാം ദാമ്പത്യത്തിന്റെ ഒരു വേറൊരു ഘട്ടം അവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവരെ അങ്ങനെ രണ്ടുപേരെയും തനിച്ച് അങ്ങനെ വിട്ടിരിക്കുന്നത്. എന്നാൽ എന്റെ ഒരു ഇത് എപ്പോഴും എന്റെ ഒരു സാമീപ്യവും സന്തോഷവും അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അവര് എത്രത്തോളം കാലം, ഇനിയിപ്പോ എനിക്കൊരു സംശയം, കാര്യം ഇച്ചിരി വീക്കായി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതുപോലെ ഇനി തുടരാൻ പറ്റത്തില്ല. അപ്പനും അമ്മയുടെ അടുത്ത് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകണം. അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പായിട്ട് ഞാൻ അങ്ങനെ കഴിയുന്നു. താമസിയാതെ 1 വർഷം കഴിയുമ്പോൾ തന്നെ ഞാൻ എറണാകുളത്ത് നിന്ന് പോകും വീട്ടിലേക്ക്. അങ്ങനെ പോകുന്നു എന്റെ ജീവിതം. ഓക്കെ. ഈ പുസ്തകത്തിന്റെ 2 പതിപ്പുകൾ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഇത് 2020 ആദ്യത്തെ വന്നത്, പ്രകാശിതമായത്. അതിനുശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ 6 വർഷമാവുന്നു. 2 പതിപ്പുകളെ ഇറങ്ങിയുള്ളൂ. അത് എന്താണ്? ഇത് ഒരുപാട് വായിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. ആളുകൾ ഇത് പറഞ്ഞും കേട്ടും അറിഞ്ഞും വായിക്കാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു. എന്തായിരിക്കും അത് ഇത്രയും പതുക്കെ എഡിഷൻസ് വരുന്നത്? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ചില മനുഷ്യരെ പോലെ ചില പുസ്തകങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു തലയിലെഴുത്തെന്ന് പറയും. എനിക്കറിയില്ല കൃത്യമായിട്ട്. ഈ PF മാത്യൂസിന്റെ ചാവുന്നലോ എന്ന് പറയുന്നത് 14 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ 2ാം പതിപ്പ് വരുന്നത്. ഇപ്പൊ ആ പുസ്തകം ലൈവ് ആയിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ പിന്നെ അതിനകത്തൊരു സാങ്കേതികമായിട്ട് പറയുന്നത്, മനോരമയ്ക്ക് ഔട്ട്ലെറ്റുകൾ ഇല്ലാത്തതിന്റെ ഒരു പലരും ഞാൻ പറയുന്നുണ്ട്. അതാണ് ചോദിക്കാൻ വന്നത്. കാരണം ഈ അവർ പുസ്തകം അന്വേഷിച്ച് ഞാൻ കുറേ അലഞ്ഞു. അതെ അത് അതെ എവിടെ കിട്ടും? മനോരമയിൽ വിളിച്ചു ചോദിച്ചിട്ട് അവര് ഇവിടെ ഇല്ല, കോട്ടയത്ത് നിന്ന് കൊണ്ടുതരാം എന്നൊക്കെയുള്ള രീതിയിലാ പറയണത്. അത് കഴിഞ്ഞ് ഞാൻ കുറെ അന്വേഷിച്ച്, പല സ്ഥലത്തും അന്വേഷിച്ച് അവസാനം DC-യിൽ ഉണ്ടായിരുന്നു. ആവശ്യത്തിന് കോപ്പികളും ഉണ്ട് എറണാകുളത്ത് DC-യുടെ ഒരു ഔട്ട്ലെറ്റില്. പക്ഷെ എല്ലായിടത്തും കിട്ടാനില്ല. അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് അതില് സങ്കടമൊന്നും ഇല്ല, നിരാശയില്ല. കാര്യം ഇതൊരു ഡിമാൻഡുള്ള പുസ്തകമാണ്. അത് ആൾക്കാർക്ക് കിട്ടാനൊരു സാധ്യത കുറവുണ്ട്. കുഴപ്പമില്ല, അത് മനോരമ എടുത്ത് ഞാൻ ഡൊമിനിക് സാറിനോട് പറഞ്ഞായിരുന്നു. സാറ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ലൈബ്രറികളിൽ ഈ പുസ്തകം ഉണ്ട്, വിൽപ്പനയ്ക്ക് പോയില്ലെങ്കിലേ.
അപ്പൊ ഞാൻ മിക്ക ലൈബ്രറിയിലും ഉണ്ട് ഈ പുസ്തകം. അപ്പൊ അങ്ങനെ വായിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഇതിന് വായനക്കാര് കൂടുതലാണ്, വിൽപ്പന കുറവാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു കുറവാണ്. അത് കാരണം എനിക്ക് വലിയ പ്രശ്നം. സങ്കടവും, അതാണ് ഞാൻ പറഞ്ഞത്, വലിയ നിരാശയൊന്നും ഇല്ല. വായിക്കപ്പെടുന്നുണ്ട് പുസ്തകം, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വായിച്ചിട്ട്. അതായത് നമുക്ക് സമയം 8:45 ഒരു ചോദ്യം കൂടി ചോദിക്കണ്ടേ? എലൈൻ ചോദിച്ചോളൂ. സംസാരിക്കാം. ഈ താങ്കളുടെ കഥകൾ വളരെ കുറച്ച് മാത്രമല്ലേ ആനുകാലികങ്ങളിൽ വരുന്നുള്ളൂ. അതിനെന്താ കാരണം? എന്താണ്? കഥ എഴുതാൻ എനിക്ക് കുറേയധികം സമയം വേണം. ഈ കഥയില് ഇപ്പൊ ഒരു പണിക്കുറ്റം തീർക്കുക നമ്മൾ സ്വർണ്ണപ്പണി ചെയ്യുമ്പോൾ പറയുന്ന പോലെ, ഇതില് ഇനി ഒരു വരി ഒരു വാക്ക് വെട്ടാനില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് കൂട്ടിച്ചേർക്കാനില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ഇതിങ്ങനെ അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വർഷം 10 വർഷം കൊണ്ട് ഞാനൊരു 26ാമത്തെ കഥയാണ് ഇപ്പൊ എഴുതി തീർത്തത്. അപ്പൊ 10 വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോ ഏകദേശം ഒരു വർഷം ഒരു 2 കഥകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് എഴുതേണ്ട അങ്ങനെ ഒരു ഞാനൊരു വലിയൊരു ബെന്യാമിനെ കെ.ആർ. മീരയെ പോലെയൊക്കെ എനിക്ക് ഒരുപാട് റീഡേഴ്സ് ഒന്നുമില്ല. പക്ഷെ എന്നെ വായിക്കുന്ന കുറെ റീഡേഴ്സ് ഉണ്ട്. എന്റെ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു 10,000-10,000 പേര് കേരളത്തിൽ നമ്മളെ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സക്സസ് ആയിട്ടുള്ള റൈറ്റർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ കഥകൾ ഇപ്പൊ വായിച്ചതങ്ങ് മറന്ന് കൊള്ളാം, വായിച്ച് അങ്ങ് മറക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം കഥകൾ എപ്പോഴും കാലാതീതമാവണം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ കഥകൾ ഇപ്പൊ ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, എന്റെ 4-5 കഥകൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് പഠിക്കാനായിട്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എന്റെ തൊട്ടൊപ്പം പഠിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം പെണ്ണാച്ചി പഠിക്കുന്നുണ്ട് BA പിള്ളേർക്ക്. പിന്നെ ഒരുപാട് പേര് തീസിസ് PhD ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും കാമ്പുള്ളതായ കഥകൾ കൊടുക്കുക. ഒരു ഗ്രാഫ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്, അതിന്റെ താഴെ പോയി എഴുതാതിരിക്കുക. അപ്പൊ അങ്ങനെ കാര്യം 10 വർഷം കൊണ്ട് ഈ ഒരു ലൈം ലൈറ്റിൽ ഒരു എഴുത്തുകാരൻ വരിക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാരും എന്നോട് പറയും നിന്റെ ആ ഒരു എഴുത്തിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. കാര്യം ഇപ്പൊ ഉള്ള പ്രസന്റ് ഉള്ള എഴുത്തുകാരുടെ ഒരു ലൈഫ് പരിശോധിക്കുകയാണെങ്കിൽ 60-50 വർഷം എടുത്തിട്ടാണ് അവർ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അത്രയും ദീർഘമായ കാലങ്ങൾ. എനിക്ക് വളരെ കുറച്ച് കാലമേ ഉള്ളൂ, 10 വർഷമേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അവരോടൊപ്പം നിന്ന് സംസാരിക്കാൻ എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും കഠിനമായ പരിശ്രമം വേണം എഴുതണമെങ്കിൽ, കഥ എഴുതണമെങ്കിൽ. കഥയില് 3 രീതിയിലാണ് കഥ വായനക്കാർക്ക് കൊടുക്കുന്നത്. ഒന്ന്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള റീഡിങ്ങിൽ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന കുറെ വായനക്കാരുണ്ട്, അവർക്കത് വായിച്ച് ആസ്വദിച്ച് പോകാം. 2, ഈ കഥയുടെ ഇന്നർ ലെയറിൽ പൊളിറ്റിക്സ് ഞാൻ പറയാറുണ്ട്. പൊളിറ്റിക്സ് ഇല്ലാതെ, രാഷ്ട്രീയം പറയാതെ ഒരു കഥ എഴുതാറില്ല. അപ്പൊ അതിന്റെ ഇന്നറിൽ ഒരു പൊളിറ്റിക്സ് കാണും. ആ പൊളിറ്റിക്സ് കണ്ടെത്താൻ വായിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെന്ന് പറയുന്നത് ഇതിന്റെ ഒരു കാലാതീതമായ ഒരു ഏത് കാലഘട്ടത്തിലും ഈ കഥ നിലനിൽക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെയുള്ള കഥകൾ. കാര്യം ഇപ്പൊ 10 വർഷം കഴിഞ്ഞ്, 10 വർഷത്തിന് മുമ്പ് എഴുതിയതാണ് കക്കുകളിയും തൊട്ടപ്പനും. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കതൊരു സക്സസ് ആണെന്ന് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഒരു ഗ്രൂപ്പ്, ഒരു ക്രൗഡ്, ഒരു മാസ് റീഡേഴ്സ് ഒരു കഥയ്ക്ക് ഉണ്ടായി, അതിനുശേഷം അതും സംസ്കരിക്കപ്പെട്ടു പോയ ആ കൃതിക്ക് എന്താ ഒരു മൂല്യമുള്ളത്? അങ്ങനെ ഒരുപാട് മാസ് റീഡേഴ്സ് ഉള്ള പുസ്തകങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? ആ പുസ്തകങ്ങൾ എത്ര കാലം കഴിയുമ്പോ പിന്നെ ആൾക്കാർ ഓർത്തിരിക്കും അത്. ആ പുസ്തകങ്ങൾ ആ കുത്തൊഴുകിപ്പെട്ടു പോകും, നമ്മൾ മറന്നുപോകും. എന്റെ നേരത്തെ ഒരു മഞ്ഞ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം എലൈൻ പരാമർശിച്ചായിരുന്നു. അതൊക്കെ അങ്ങനെയാവും, പെട്ടെന്നുള്ള ഒരു വായനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് വായിച്ചത് മറക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല മഞ്ഞ പുസ്തകം ഒരു കാലാതീതമായിട്ട് നിൽക്കുമെന്ന്. പക്ഷെ എന്റെ മുടിയറകള്, അശരണരുടെ സുവിശേഷം, മാസ്റ്റർ പീസ്, അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിൽക്കും, കാലാതീതമായിട്ട് നിൽക്കും. പ്രത്യേകിച്ച് അതുപോലെ തന്നെ കഥകള്. ഇപ്പം 3 കഥാസമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കഥാസമാഹാരം ഈ വർഷം ഇറങ്ങും. അങ്ങനെ 4 കഥാസമാഹാരങ്ങളിൽ കൂടെ 26 കഥകളാണ്. 26 കഥകളില് ഒരു 24 കഥകളെങ്കിലും മോശമില്ല എന്നുള്ള ഒരു ആത്മസംതൃപ്തി നൽകിയിട്ടുള്ള കഥകൾ. അതുകൊണ്ടാണ് ആ സമയം എടുക്കുന്നത് അത്രയും കഥകൾക്കാണ് കൂടുതൽ സമയം. എനിക്ക് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പം നോവലൈറ്റുമാണ്. കഥ എഴുതാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ഞാൻ വളരെ ദീർഘമായിട്ട് സംസാരിച്ചോണം, സോറി കേട്ടോ. തൊട്ടപ്പന്റെ തിരക്കഥ ആരാ എഴുതിയിരിക്കുന്നത്? തൊട്ടപ്പന്റെ തിരക്കഥ
PS റഫീഖ് എഴുതി. അന്ന് എന്നോട് ഷാനവാസ് എഴുതാൻ അതിനല്ലേ പറഞ്ഞതാ. പക്ഷെ എനിക്കന്ന് ജോലി അതെ ഉണ്ടായിരുന്നോണ്ടേ, ജുഡീഷ്യറിയിലായിരുന്നോണ്ട് എനിക്കത് സമയക്കുറവുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞത്. അതിനല്ലേ അവാർഡ് കിട്ടിയത്. എനിക്കങ്ങനെ തിരക്കഥയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നല്ലോ. തിരക്കഥയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നില്ലേ തൊട്ടപ്പന്റെ? ഉണ്ടായിരുന്നു. എനിക്ക് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ചോദിക്കൂ. നോവൽ റൈറ്റിംഗിന്റെ ക്രാഫ്റ്റില് അപ്പം ചോദിക്കും. അതെങ്ങനെയാ സാറിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? ഞാനൊരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ചോദിക്കുന്നത്. എങ്ങനെയാ അതിന്റെ ഒരു ക്രാഫ്റ്റ്? സാർ എങ്ങനെയാ അത് ഉൾക്കൊണ്ടിട്ട് കംപ്ലീറ്റ് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായതിനു ശേഷമാണ് എഴുതി തുടങ്ങുന്നത്, അതോ ഒരു സ്പാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അത് സാറിനെ കൊണ്ടെത്തിച്ച് അങ്ങനെ സാർ ഒരു എൻഡിങ്ങിലേക്ക് എത്തുകയാണോ? അതെങ്ങനെയാ സാറിന്റെ ആ ഒരു പ്രോസസ്? ഈ കഥകൾ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നോവലിന് നമ്മൾക്ക് കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. കൃത്യമായ ഒരു ചാർട്ട് ചെയ്തിട്ട് അധ്യായങ്ങളൊക്കെ വിഭജിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ നമ്മൾ സിനിമയ്ക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സ്. ആദ്യം നമുക്കൊരു 1 ലൈൻ സ്റ്റോറി ഉണ്ടാവും. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ആദ്യം ഒരു 1 ലൈൻ സ്റ്റോറി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ചാപ്റ്ററിലും പറയേണ്ട സബ്ജക്റ്റ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ എഴുതും. നമ്മൾക്കൊരു ഒരു ബുക്ക് ഉണ്ടാവും, ഒരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ നോവൽ എഴുതുന്നത്. അപ്പൊ ആ നോവല് നടക്കുന്ന നോവലിന്റെ കാലം, ഇപ്പൊ അശരണ സുവിശേഷമാണെങ്കിൽ അതിലൊരു 4 കോളം ഉണ്ടായിരുന്നു. അതായത് ഈ അശരണ സുവിശേഷത്തില് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മോൺസിഞ്ഞോർ റെയ്നോൾഡ്സ് ആണ്. അദ്ദേഹം 1910 ജനിക്കുന്നത്. 2016 അദ്ദേഹം 16 അത്ര 1988 അദ്ദേഹം മരിക്കുന്നു. അപ്പൊ അത്രയും ദീർഘമായ ഒരു കാലയളവ് നമ്മൾ അതേപോലെ തന്നെ കോളം തിരിച്ച് എഴുതിയിട്ട് ഇപ്പൊ റെയ്നോൾഡ്സ് വിദ്യാർത്ഥി ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആദ്യത്തെ കോളത്തിൽ മോൺസിഞ്ഞോർ റെയ്നോൾഡ്സ് 1900 നവംബർ ഇത്രാം തീയതി ഈ ചെത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇന്ന ദമ്പതികളുടെ മകനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിന്റെ മാമോദിസ ഈ ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ നടത്തി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതും 1910 കേരളത്തിൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പൊ കേരള ഹിസ്റ്ററി മൊത്തം വായിച്ച് അന്നുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തും. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ 1910 പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഈ വേൾഡിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അങ്ങനെ. അപ്പൊ ഇതെല്ലാം കൂടെ എഴുതിയിട്ട് ഒരു ചരിത്രാഖ്യായിക പോലെയാണ് ഈ അശരണ സുവിശേഷം എഴുതുന്നത്. അപ്പൊ അതില് ഈ മോൺസിഞ്ഞോർ റെയ്നോൾഡ്സ് ജീവിച്ച ചെത്തി ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങള്, ആ ഗ്രാമത്തിൽ റോഡുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ, വഴികള് മൺവഴികളായിരുന്നോ, അന്ന് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടായിരുന്നോ, കാളവണ്ടിയിലാണോ സഞ്ചരിച്ചിരുന്നത്, അപ്പോ അന്ന് കേരളത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, കേരളം ആരായിരുന്നു ഭരിച്ചിരുന്നത്, ഏത് രാജാവാണ് ഭരിച്ചിരുന്നത്, മോൺസിഞ്ഞോർ റെയ്നോൾഡ്സ് ജീവിച്ച ചെത്തി ഗ്രാമം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടാണ് എഴുതുന്നത്. പക്ഷെ കഥകൾ അങ്ങനെയല്ല. കഥകൾ ഇത് നോവല് പിന്നെ ഇങ്ങനെ എഴുതി നമ്മളൊരു 10 അധ്യായം കഴിയാൻ നേരത്ത് ഇത് നമ്മുടെ പിടിവിട്ട് പോകും. പിന്നെ നമ്മൾ കഥാപാത്രങ്ങളെ പുറകെ സഞ്ചരിക്കേണ്ടി വരും. നമുക്ക് അവരുടെ ഒപ്പം ഓടിയെത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മള് ആ കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഴുത്തിന്റെ ഒരു അനുഭൂതിയും ഒരു ഹാലുസിനേഷൻ എന്തോ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ബ്ലൂ പ്രിന്റിനെ ഒക്കെ തകർത്തിട്ട് അത് വേറൊരു വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുന്നത്. അങ്ങനെ അത് എഴുതുന്ന ഒരാൾക്ക്, നോവലിസ്റ്റിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, മറ്റൊരു വായനക്കാരനോട് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. സാറിന് പൊതുവെ എങ്ങനെയാ ഒരു റൈറ്റിംഗിൽ ഒരു റൂട്ടീൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിട്ട? ഇങ്ങനെ ഇപ്പം ഹറൂക്കി മുറക്കാമയൊക്കെ ആണെങ്കിൽ ദിവസം 4 മണിക്കൂർ എഴുതുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിട്ടയുണ്ട്. അതായത് രാവിലെ ഒരു 4 മണിക്ക് തുടങ്ങി അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ചിട്ട ആണോ ഒരു ക്രാഫ്റ്റ് രൂപപ്പെടുമ്പം നയിക്കുന്നത്? അതോ അല്ല, എനി ടൈം ഐ ക്യാൻ റൈറ്റ്, അങ്ങനെയാണോ? ഞാൻ പേനയ്ക്കാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ലാപ്പിൽ
ഇത് പഠിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മലയാള അക്ഷരം ഒട്ടിച്ച് ഇപ്പൊ ഞാൻ നല്ല സ്പീഡിൽ ചെയ്യും. പേനയൊക്കെ എഴുതുന്നതിനെക്കാട്ട് സ്പീഡിൽ എനിക്ക് ലാപ്പിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എഴുതുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം. എന്റെ ഫാമിലിയില് ഞാൻ ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ അവരുടെ കൊച്ചു പ്രയറിൽ പങ്കെടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് ഈ ഒരു അവരുടെ എല്ലാ കാര്യങ്ങളും ഭാര്യയുടേതാണെങ്കിലും മകളുടേതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്റെ വീട് ഉറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അപ്പം എന്റെ കൊച്ചുമുറിയില് ഇപ്പൊ താമസിക്കുന്നിടത്ത് എനിക്ക് സ്വന്തമായിട്ട് മുറിയില്ല. അപ്പൊ ഞാൻ ഞങ്ങളുടെ രൂപമൊക്കെ വെക്കുന്ന മുറിയുണ്ടല്ലോ, നടമുറി എന്ന് പറയും, അവിടെ ഒരു ചെറിയൊരു മേശയൊക്കെ ഇട്ട് അവിടെ ഇരുന്നാണ് എഴുതുന്നത്. അപ്പം എല്ലാരും ഉറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ എഴുതുന്നത്. രാത്രി ഉറക്കം കടമെടുത്താണ് എഴുതുന്നത്. എല്ലാ ദിവസവും എനിക്ക് എഴുതാൻ പറ്റത്തില്ല. എനിക്ക് ഉറക്കം കിട്ടാതെ വരുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും. പിന്നെ ആദ്യമൊക്കെ എഴുതി തുടങ്ങിയ കാലത്ത് ഒരുപാട് കഥകൾ എഴുതുമായിരുന്നു. ആദ്യത്തെ വർഷമൊക്കെ ഒരു വർഷം 4 കഥകളൊക്കെ എഴുതിയ സമയമൊക്കെയാണ്. 4ഉം 5ഉം കഥകളൊക്കെ എഴുതിയ സമയമുണ്ട്. പിന്നെ മാസികയില് വീക്കിലി എന്നൊക്കെ ഡിമാൻഡ് വരും, നമുക്കൊരു കഥ തരണം, ഓണപ്പതിപ്പിന് ഒരു കഥ തരണം, വാർഷിക പതിപ്പിന് ഒരു കഥ തരണം. നമ്മൾ അതിന് നോ പറയാനുള്ളൊരു മടിയായിട്ട് നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ നേരത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കഥകളിലൊക്കെ ഒരു ക്വാളിറ്റി ഞാൻ വിചാരിച്ച ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അത് കാരണം ഇപ്പം അങ്ങനെയുള്ള രീതി ചെയ്തില്ല. നമുക്ക് തോന്നുമ്പോൾ സന്തോഷകരമായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി സമാധാനത്തിലേ എഴുതത്തുള്ളൂ. ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് എഴുതില്ല, ഒരുപാട് വായിക്കും. ഇപ്പോഴും ഞാൻ നേരത്തെ ഒരു പുസ്തകം പറഞ്ഞില്ല, അതുപോലെ ഞാൻ വായിച്ചുകൊണ്ടേ ആയിരിക്കുന്നത്. വളരെ കുറച്ച് അക്കിത്തത്തിന്റെ പുസ്തകം അതെ അതെ ആത്മകഥ അതൊന്ന് വായിച്ചോളൂ കേട്ടോ, നല്ലതാ. പിന്നെ അപ്പം ഞാന് വളരെ കുറച്ചാണ് എഴുതുന്നത്, കൂടുതൽ വായിക്കും. പിന്നെ എനിക്ക് മനസ്സുള്ള ഒരു സമയത്ത് മാത്രമേ ഇപ്പൊ എഴുതാറുള്ളൂ. എഴുത്ത് കുറഞ്ഞു, വായന കൂടി. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ രോഗം ബാധിച്ചത് 10ാം ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണല്ലോ. എന്തായിരുന്നു? ഇപ്പോ അതിന്റെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോഴെന്ന് പറയുന്നത് അന്ന് കോർട്ടിസോൺ അടങ്ങിയ കുറെ ടാബ്ലറ്റ് കഴിക്കേണ്ട വന്നായിരുന്നു. അപ്പൊ അതിൻ്റെതായ എല്ല് നഖങ്ങൾക്ക് ഒരു വീക്ക്നെസ്സും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്ന് കഴിച്ച മരുന്നിന്റെ ഒക്കെ ഇപ്പോഴും 14ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ഇപ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അത് ഈ നെഫ്രോട്ടിക് BP കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിസിനാണ്. 140 എബോ BP പോയാൽ അത് കിഡ്നിയുടെ സെൽസിൽ പ്രഷർ വന്നിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അത് അത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 6 months കൂടുമ്പോ ക്രിയാറ്റിൻ, റീനൽ ഫംഗ്ഷൻ ഒക്കെ നോക്കും. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. എത്ര കാലം പോകുന്നറിയില്ല. ഓക്കെ, ഇനി കൂടുതലൊന്നും അല്ലേ? നമുക്ക് വളരെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒത്തിരി മേഖലകളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഡോക്ടർ എലൈൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും പിന്നെ ഇവിടെ ലേബൽ ഒട്ടിച്ച പോലെ ഇരിക്കും. അതായത് അസ്വസ്ഥനായിട്ട് ഒരാൾ എഴുതുന്നത് തന്റെ സ്വസ്ഥതയുടെ ലോകത്തിരുന്ന് മറ്റൊരാൾ വായിക്കുകയും ആ വായനയിലൂടെ കണ്ടെത്തിയ അസ്വസ്ഥതകളിലേക്ക് രണ്ടാമൻ താതാത്മ്യപ്പെടുകയോ മനസ്സ് ചേർക്കുകയോ ചെയ്യുന്ന സർഗാത്മക വിനിമയമാണ് സാഹിത്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ഇനി പറയേണ്ട കാര്യമില്ല. എന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ കൊടുത്തതാ. അത് ഡെഫിനിഷൻ തന്നെയാ, ഞാൻ അതാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പരമ്പരയുടെ കഴിഞ്ഞ ആഴ്ചയിലെ കുഞ്ഞാമന്റെ എതിര് ആത്മകഥ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ സമാനമായുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് അശാന്തനായ അസ്വസ്ഥനായ മനുഷ്യന് വായിക്കാൻ പറ്റില്ല എന്ന്. അവർക്ക് കലയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരമ്പരയുടെ ഈ അധ്യായം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു അല്ലേ? സമയം ആയി, 9 മണിയാകുന്നു. വളരെ സമഗ്രമായി നമ്മൾ ഇന്ന് ശ്രീ ഫ്രാൻസിസ് നൊറോണയുടെ ഈ ഓർമ്മകളുടെ ഈ പുസ്തകം ചർച്ച ചെയ്തു. മുണ്ടൻ പറുങ്കി. അദ്ദേഹം സുദീർഘമായി സംസാരിച്ചു. ഞാൻ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തോന്നുന്നു ആദ്യം. പക്ഷേ പല ഘട്ടത്തിൽ ഗംഭീരമായി എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. വലിയ ഒരു അനുഭവമായിരുന്നു. പുസ്തകം വായിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവമായിരുന്നു അത്. പുസ്തകത്തെ വളരെ വിശദമായി, ഓരോ അധ്യായത്തെക്കുറിച്ചും വളരെ വിശദമായി ഡോക്ടർ എലൈൻ വിലയിരുത്തി.
രണ്ടുപേർക്കും നന്ദി. കാര്യം ഈ പുസ്തക ചർച്ച ഇവിടെ വളരെ സമ്പന്നമായി. ഈ അധ്യായം നമ്മൾ ഇതിൻ്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. നമുക്കിനി ഹേമലതയും കൂടെ പറയട്ടെ. തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ രചയിതാവിനോട് വളരെയധികം പിന്നെ നന്ദി നമ്മൾ രേഖപ്പെടുത്തണം. കാരണം വളരെ പേഷ്യൻസോടുകൂടി അദ്ദേഹം ആദ്യം ഇതിന്റെ കൂടെ പങ്കെടുത്തു. നമുക്ക് ഈ വായിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന കുറേ ചോദ്യങ്ങളുടെ മറുപടികൾ അദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും എല്ലാവരും അത് വളരെ ആഴത്തിൽ തന്നെ പഠിച്ച് സമഗ്രമായിട്ട് തന്നെ അവതരിപ്പിച്ചു. എങ്കിലും പിന്നെയും ഉണ്ടായിട്ടുള്ള സംശയങ്ങള് കഥാകൃത്ത് തന്നെ നേരിട്ട് വന്ന് നമ്മളോട് അത് സംസാരിക്കാൻ ഇടവന്നതിന്റെ ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു വലിയ അനുഭവമാണ്. വായന പോലെ തന്നെ സാർ പറഞ്ഞതുപോലെ വായന പോലെ തന്നെയുള്ള ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് അഭിപ്രായം. വളരെ നന്ദി രണ്ടുപേർക്കും ഇതിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ പരമ്പരയുടെ 9ാം ഭാഗം അതുപോലെ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 2-ാം തീയതി അന്ന് ചർച്ച ചെയ്യുന്ന പുസ്തകം ആർ രാജശ്രീയുടെ നിന്റെ കഥ, പുസ്തകാവലോകനം നടത്തുന്നത് ഫഗത് റാസ. അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ചയിലും തുടർന്നുള്ള ആഴ്ചകളിലും ഈ പരമ്പരയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരമ്പരയുടെ ഈ അധ്യായത്തിന് ഇവിടെ സമാപനം കുറിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.